വിഷയം എന്ന് പറയുന്നത് ദേവിയുടെ അനുസ്മരണം. ദേവിയെ സദാ സ്മരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ ദേവിയെ പ്രത്യേകമായിട്ട് സ്മരിക്കണം? ദേവിയെ ഉപാസിക്കുന്നവർക്ക്, ദേവിയെ ഒരു ഇഷ്ടദേവതയായിട്ട് അവരവരുടെ ഹൃദയത്തിൽ പൂജിക്കുന്നവർക്ക് വേണ്ടി ആ ദേവിയെ എങ്ങനെ കാണണം? ഓരോരുത്തരും ഭക്തരെന്ന് പറയുന്ന ആ ഒരു നാമത്തിന് എന്തുകൊണ്ട് അർഹരായി? അവർക്ക് വേണ്ടി അമ്മ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യുന്നില്ല എന്നല്ല, അവർക്ക് വിശേഷമായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള ആ ഒരു കഥകളിലൂടെ അമ്മയുടെ ആ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കും ആ പാതയിലേക്ക് കയറാൻ, നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അമ്മ ക്ഷമിച്ചു. ഇനി നമ്മൾ ആ ഒരു എന്താ പറയാ, അമ്മയ്ക്ക് ശരണാഗതി ചെയ്തവരാണ്. അതുകൊണ്ട് അമ്മ തന്നെ പൂർണ്ണമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഭക്ത മാനസ ഹംസിക എന്നുള്ള തലക്കെട്ടില് നമ്മള് വിവിധ ദേവിയെക്കുറിച്ചുള്ള വിവിധ കഥകളിലൂടെ ദേവിയെ പുകഴ്ത്തിക്കൊണ്ട് ആ ഒരു പാതയിലേക്ക് നമ്മളെയും എത്തിച്ചേരാൻ ഈ കഥകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കതിലേക്ക് പ്രവേശിക്കാം. അപ്പോ ഭക്തമാനസ ഹംസിക. അപ്പൊ നമുക്കറിയാം ശ്രീ ലളിതാ സഹസ്രനാമത്തില് വശിന്യാദി വാഗ്ദേവതകൾ ദേവിയെ ഭക്തമാനസ ഹംസിക എന്ന് സംബോധന ചെയ്യുന്നു. വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറഞ്ഞാൽ ദേവിയുടെ മാനസപുത്രന്മാരാണ്, വാഗ്ദേവതകളാണ്. അപ്പൊ അവര് ദേവിയെ ആ 1000 നാമങ്ങൾ കൊണ്ട് സ്തുതിച്ചെങ്കിൽ അവര് നേരിട്ട് കണ്ട് അനുഭവിച്ച അവരുടെ അനുഭവങ്ങളിലൂടെ ദേവി ആരാണ്, ദേവിയുടെ സൂക്ഷ്മതലം, സ്ഥൂലതലം, ആ ഒരു കാരണതലം, മാത്രമല്ല സൂക്ഷ്മതരം, സൂക്ഷ്മതമം, ഇങ്ങനെ ദേവിയുടെ മന്ത്രസ്വരൂപം, ദേവിയുടെ വാക് സ്വരൂപം, ദേവിയുടെ ആ ഒരു സ്ഥൂലമായിരിക്കുന്ന സ്വരൂപം, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും അമ്മ എന്തിനാണ് ആ ഭണ്ഡാസുര വധം 14 സെക്ഷനായിട്ടാണ് ലളിതാ സഹസ്രനാമത്തെ തിരിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ശ്രീ മാത്രേ എന്ന് പറഞ്ഞ് തുടങ്ങി അമ്മ എന്ന് വിളിച്ച് അവസാനം നമ്മൾ ഏകമായിരിക്കുന്ന സത്യത്തിൽ ആ അമ്മ നമ്മളെ എവിടെയാണ് എത്തിച്ചേർക്കുന്നത്? ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. നമ്മൾ ആ ദ്വൈതത്തിൽ നിന്ന് അമ്മ എന്നുള്ള ഒരു വ്യക്തിക്ക് സറണ്ടർ ചെയ്തതോടുകൂടി അമ്മ നമ്മളെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഏകമായിരിക്കുന്ന ശിവപദം എന്ന് പറയുന്ന ശിവനും ശക്തിയും കൂടെ ചേർന്നിരിക്കുന്ന ആ സ്വരൂപത്തിൽ ഒരു ജീവനെ എത്തിക്കുന്നതാണ് ലളിതാ സഹസ്രനാമം. അതിൽ വളരെ വിശേഷപ്പെട്ട ഒരു നാമമാണ് വശിന്യാദി വാഗ്ദേവതകള് ദേവിയെ സംബോധന ചെയ്യുന്നത്. ഭക്തമാനസ ഹംസികായേ നമ. ഭക്തരുടെ മാനസ സരോവരത്തില് അന്നപക്ഷിയെ പോലെ ഇരിപ്പവൾ. ഇപ്പൊ മാനസരോവരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിലര് കണ്ടിട്ടുണ്ടാകാം, ഹിമാലയ യാത്രയിലൊക്കെ മാനസരോവരം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സരോവരമുണ്ട്, അല്ലെ? ആ ഒരു ഇമയമലച്ചാല എന്ന് പറഞ്ഞാല് ഹിമാലയത്തിന്റെ ആ ഒരു പ്രാന്ത പ്രദേശത്തില്, അവിടെ ഹിമാലയത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ള മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ മാനസ സരോവരം എന്ന് പറയുന്നത്. കേൾക്കുമ്പോ തന്നെ അറിയാം, അല്ലെ? മാനസ സരോവരം. എന്തുകൊണ്ട് അങ്ങനെ? മനസ്സാകുന്ന സരോവരം. നമ്മള് ഭൂമിയില് ബാഹ്യമായിട്ട് കാണുന്ന നമ്മൾ മാനസ സരോവരം ആരുണ്ടാക്കി? ആരുടെ മനസ്സാണ് ഈ സരോവരമായിട്ട് തീർന്നത്? അല്ലെ? ബ്രഹ്മാവ് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ ഒരു ബാഹ്യമായിരിക്കുന്ന സരോവരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു സരോവരത്തിനും നമ്മൾ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. മാനസം, മനസ്സാകുന്ന സരോവരം. അപ്പോ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നതാണെങ്കിലും ബ്രഹ്മാവിന്റെ ആ ഒരു മാനസിക കൽപ്പനയിൽ ഉണ്ടായതാണ് മാനസ സരോവരം എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ ഒരു ഭക്തനെ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സാകുന്ന സരോവരം, അവനവന്റെ ഉള്ളില് ഒരു സരോവരം ഉണ്ട്. ഈ മാനസരോവരത്തിന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. എന്താണ്? മുകളിലിരിക്കുന്ന മഞ്ഞ് ഉരുകി ഈ സരോവരത്തെ സദാ നിറച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നിറയ്ക്കുമ്പോൾ ആ ജലം ചലനമില്ലാതെ അവിടെ കിടക്കും. അപ്പൊ ഇങ്ങനെ നിറഞ്ഞ ഈ സരോവരത്തെ കരയിൽ നിന്ന് നോക്കിയാൽ സ്ഫടികം പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. നമ്മള് ഫോട്ടോയിലൊക്കെ ഹിമാലയത്തിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാം. മാനസരോവരം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചലമായിട്ട് സ്ഫടികം പോലെ അതിന്റെ അടിത്തട്ടിലുള്ള ഉരുളൻ കല്ലുകൾ വരെ നമുക്ക് കാണാം, അല്ലെ? ഇങ്ങനെ അതിലൊന്നുമില്ല, ഒരു പക്ഷികളോ ജലജീവികളോ ഒന്നുമില്ല. കാരണം ഇത് മഞ്ഞുരുകി വരുന്ന ജലമാണ്. അപ്പൊ ചലനമില്ലാത്ത ഒരു ജലം. അവിടെ സ്ഫടികം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പെറന്റ്. സ്ഫടികലിംഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ശിവലിംഗത്തിന്. അതുപോലെ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന ഒരു ജലം. അപ്പൊ അങ്ങനെ നിറഞ്ഞ, അതായത് ആ ഒരു ഈ സരോവരത്തിന്റെ ഒരു പ്രത്യേകത, മുകളിൽ ഇരിക്കുന്ന ഈ മഞ്ഞുരുകിയാണ് ഈ സരോവരത്തെ സദാ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിറയ്ക്കുമ്പോൾ ആ ജലം ചലനമില്ലാതെ അവിടെ കിടക്കും. അപ്പൊ ഇങ്ങനെ നിറഞ്ഞ ഈ സരോവരത്തെ കരയിൽ നിന്ന് നോക്കിയാൽ അത് സ്ഫടികം പോലെ ഇരിക്കും. കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്നർത്ഥം. ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ ജലം, അത് അടിയിൽ എന്താണ് ഉള്ളതെന്ന് വരെ നമുക്ക് ഈ കരയിൽ നിന്ന് നോക്കിയാൽ കാണാം. ഈ തടാകത്തില്
ഈ തടാകത്ത് ഇതിനെയാണ് നമ്മൾ മാനസ സരോവരം എന്ന് പറയുന്നത്, ബാഹ്യമായിട്ടുള്ളത്. അപ്പൊ മുകളിലുള്ള കൈലാസ ശൃംഗത്തിലെ ശിഖരങ്ങള് ചില സമയത്ത് സൂര്യപ്രകാശം തട്ടി സ്വർണപ്രഭയോടുകൂടി കാണാറുണ്ട്, അല്ലെ? വെള്ളി നിറം കാണാറുണ്ട്, സ്വർണപ്രഭയിൽ കാണാറുണ്ട്. ഈ ശൃംഗങ്ങളുടെ താഴെ ആ ചരിവിലായിട്ടാണ് ഈ സരോവരം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 15,000 അടി ഉയരത്തിലാണ് ഇതിന്റെ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 15,060 എബവ് ദ സീ ലെവൽ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മാനസ സരോവരത്തില് എങ്ങനെയാണോ ഒരു എന്താ പറയുക ജലം നിറയണത്, അത് സ്ഫടികം പോലെ ഇരിക്കുന്നത്, അതുപോലെ ഭക്തരുടെ മനസ്സ് അങ്ങനെ സ്ഫടികമായി ഇരിക്കണമെന്നും അതിൽ എപ്പോഴും ഒരു ഹംസമായിട്ടിരിക്കാനാണ് ദേവിക്ക് ആഗ്രഹമെന്നും ഐതിഹ്യം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നാമം ദേവിക്ക് വശിന്യാദി വാഗ്ദേവതകൾ അവിടെ പറഞ്ഞത്. ആ ഒരു മനസ്സാകുന്ന സരോവരത്തില് ഭക്തരുടെ, പ്രത്യേകം പറയുന്നുണ്ട്, ഭക്തമാനസ ഹംസിക, ഭക്തരുടെ ആ ഒരു മനസ്സാകുന്ന സരോവരത്തിൽ ഇരിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാ അമ്മമാർക്കും എവിടെ ഇഷ്ടം? മക്കളുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം, അല്ലെ? അപ്പൊ മക്കളുടെ മനസ്സിൽ, ഭക്തരെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മക്കള് തന്നെയാണ്. കാരണം ജഗദംബികയാണ്, അല്ലെ? ആ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്തിയാണ്. അപ്പൊ അമ്മയ്ക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തരുടെ ഹൃദയമാണ്. അപ്പൊ ആ ഒരു ഇമയമല ചരിവില് മാനസരോവരം ഇരിക്കുന്നു എന്ന് നമ്മള് പുരാണങ്ങളെല്ലാം പറയുമ്പോഴും ഇത് ബ്രഹ്മാവിന്റെ മനസ്സില് കൽപ്പനയാണ്, ഇല്ലെ അതിൽ നിന്ന് വന്നതാണ് എന്ന് ചില പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന ഹിമാലയത്തിന്റെ ചെരുവില് കൊണ്ടുവരപ്പെട്ടത്, കാരണം അത് ബ്രഹ്മാവാൽ ബ്രഹ്മകൽപ്പനയാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. അപ്പോ അതുകൊണ്ടാണ് ഇതിന് മാനസരോവരം എന്ന് പേര്. ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നുണ്ടായത്, അല്ലെ? ബ്രഹ്മകൽപ്പന എന്ന് പറഞ്ഞാൽ എല്ലാം, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മാനസരോവരം എന്ന് പറയുന്നത് ഈ പറയുന്ന കൈലാസ ശൃംഗങ്ങളുടെ താഴെയായിട്ട് വരും. അപ്പൊ മനസ്സ് ഇരിക്കുന്ന സ്ഥലം, അല്ലെ? അപ്പൊ മനസ്സ് അല്ലെങ്കിൽ അത് തന്നെ, മനസ്സ് തന്നെ ആയിരിക്കുന്നത് എന്നർത്ഥം. മാനസരോവരം എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 രീതിയിൽ ഇതിന്റെ അർത്ഥം എടുക്കാം. മാനസരോവരം എന്ന് പേര് വന്നത്, മനസ്സിരിക്കുന്ന സ്ഥലം മാനസരോവരം, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിലും ഒരു മനസ്സിരിക്കുന്ന സ്ഥലമുണ്ട്, നമുക്കതിനെ മാനസ സരോവരം എന്ന് പറയാം. അപ്പോ മനുഷ്യ മനസ്സ് എന്നത് ഒരു പ്രഹേളികയാണെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? അതിന് ആഴമേറിയതാണ്, അല്ലെ? നമുക്ക് മനസ്സിന്റെ ഡെപ്ത് അറിയാൻ പറ്റില്ല. കാരണം മനസ്സിനെ പല തട്ടുകളായിട്ട് നമ്മൾ കോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട്. മനസ്സിന് 4 അറകളുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നതല്ലാതെ അതിന്റെ ആഴം ഇതുവരെ ആർക്കും അളക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഴമേറിയത്, ശരിക്കും പറഞ്ഞ ആഴമേറിയെന്ന് പറയുന്നതിനേക്കാളും നല്ലത്, ഏറ്റവും ശരി നമുക്ക് അറിയുവാൻ കഴിയാത്തതെന്നാണ്. കാരണം ഈ മനസ്സെന്നത് ആർക്കാണോ സ്വന്തം അവർക്ക് പോലും അതിനെ അറിയാൻ പറ്റുകയില്ല. നമുക്ക് ആർക്കും നമ്മുടെ മനസ്സിനെ കുറിച്ച് എന്താണ് മനസ്സെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ തോട്ട് പ്രോസസ്സ് വരുന്നു പോകുന്നു. അല്ലാതെ ഈ മനസ്സ് ആരാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇപ്പൊ ഈ സമയത്ത് പറയുന്നതല്ല നമ്മൾ ചിന്തിച്ച്, അത് വളരെ ചിന്തിച്ച് ഉറപ്പിച്ച് ബുദ്ധിപൂർവ്വമൊക്കെ ആൻസർ ചെയ്യുന്ന സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനസ്സ് എന്താണെന്ന് ആർക്കും ഒരാൾക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഉള്ളി തോട്ട്സ് എന്ന് നമുക്ക് പറയാം. ചിന്തകളെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. ഇപ്പൊ ചില സമയങ്ങളിൽ വരുന്ന ചിന്ത, വിചാരം ചെയ്താല് ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ ഇത് എപ്പോൾ വന്നു, എവിടെ നിന്ന് വന്നു എന്നൊക്കെ നമ്മള് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇത് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ചില ചിന്തകൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഏതോ ഒരു നിലവറയ്ക്കകത്തുനിന്ന്, അല്ലെങ്കിൽ അടിയിൽ കടന്ന് എവിടുന്നോ ഇറങ്ങി വന്നതുപോലെ നമുക്ക് തോന്നും. ഇതെങ്ങനെ, ഇപ്പൊ എന്താ എനിക്കിത് ചിന്തിക്കാൻ കാരണം? നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്, അല്ലെ? ജപിക്കാനിരിക്കുമ്പോ ആവട്ടെ, എന്തിനെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വേറൊരു കാര്യം, അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തോട്ട് കയറി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈശ്വര ഇതെന്താ ഇങ്ങനെ വന്നത്? ഞാൻ ഇതിപ്പോ ഒന്നും ചിന്തിക്കാതെയാണല്ലോ ഇത്, അല്ലെ? ഒരു പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു ചിന്ത വരും. അപ്പൊ ഇത് നമുക്ക് തന്നെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, പറ്റാറില്ല. അങ്ങനെ ഓരോ മനുഷ്യരും ചിന്തിച്ചാൽ അറിയാൻ കഴിയും, അത്രയും ഒരു എന്താ പറയാ, ഒരു ഹൃദയം എന്ന് പറയുന്ന മനസ്സിരിക്കുന്ന സ്ഥലം അത്രയും അപ്രാപ്യമായിരിക്കുന്ന, ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്, ദുരൂഹമായ ഒരു സ്ഥലമാണ്. ദുരൂഹം എന്ന് പറഞ്ഞാൽ ഊഹം കൊണ്ട് പോലും അറിയാൻ പറ്റാത്തതെന്ന് അർത്ഥം. അപ്പൊ എന്താണ് ഈ മനസ്സിന്റെ ബലം? ഈ മനസ്സെന്ന് പറയുന്നത് ഇത് എവിടെയാ വരുന്നത്? എന്തിനെ ആശ്രയിച്ചാണ്? ശരീരം ഉള്ളത് കൊണ്ടാണ് മനസ്സ് വരുന്നത്, അല്ലെ? ഈ മനസ്സ് എന്തിനെ ആശ്രയിച്ചിട്ടാണ്?
അല്ലെ? എന്താണ് ചിന്തിക്കുന്നു അത് തന്നെയാണ് അതിന്റെ ബലവും ബലഹീനത എന്ന് പറയാറുണ്ട്. അല്ലെ? മന ഏവം മനുഷ്യാണം ബന്ധമോക്ഷയോ എന്നൊക്കെ നമ്മൾ യോഗ വാസിഷ്ഠത്തിൽ കേട്ടു. ഈ മനസ്സ് എന്ത് ചിന്തിക്കുന്നോ അത് തന്നെയാണ് അതിന്റെ ബലവും ബലഹീനതയും. അപ്പൊ ബലമുള്ളതിനെ ചിന്തിച്ചാൽ മനസ്സ് ബലമുള്ളതായിട്ട് തീരുന്നു. ബലമില്ലാത്തതിനെ കുറിച്ച് നമ്മുടെ നെഗറ്റീവ് പോയിന്റ്സ്, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, അല്ലെ, വേറൊരാളുടെ നെഗറ്റീവ് പോയിന്റ്സ് വിചാരിക്കുമ്പോൾ മനസ്സിന് ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ ഇതിന് ശക്തി കൂട്ടാനും സാധിക്കും, ശക്തി കുറയ്ക്കാനും സാധിക്കും. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ബേസ് എന്ന് ചോദിച്ചാൽ ചിന്തകളാണ്, അല്ലെ? ചിന്തകളാണ് മനസ്സിനെ ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അതിന്റെ ബലവും. ഉറപ്പാണ്, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരുടെയും മനസ്സുള്ള എല്ലാവരുടെയും അവനവന്റെ ബോധമണ്ഡലം അനുസരിച്ച്, അവനവന്റെ എന്താണോ യുക്തിക്കനുസരിച്ച്, അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് അവൻ എന്ത് ചിന്തിക്കുന്നു അതാണ് അവന്റെ മനസ്സിനെ ഉണ്ടാക്കുന്നത്. ഓരോ ലെവലില്, ഓരോ സർക്കംസ്റ്റൻസസിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകള്. ആ ചിന്തകൾ നമ്മൾ നിലനിർത്തുന്നു, അത് നമുക്ക് ബലവും ബലഹീനതയും തരുന്നു. അല്ലെ? ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ലളിതാദേവിയെ ജഗന്മാത അല്ലെങ്കിൽ ജഗദംബിക, ലോകമാതാവ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെ? ഈ ജഗദംബിക തന്റെ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് നമ്മൾ ആ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മാണിക്യവാചകര് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഭൂലോകത്തില്, ആ ഭൂലോകത്തിലെ മക്കളെ, അതായത് മനുഷ്യരെ, അല്ലെ, മറ്റതിനെയൊക്കെ നമുക്ക് വിടാം, കാരണം മറ്റുള്ള എല്ലാ ജാലങ്ങളും എന്താ പറയാ, മൃഗജാലങ്ങളും എല്ലാം അമ്മയുടെ മക്കളാണ്. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരെയാണ്. അപ്പൊ ദേവി എങ്ങനെയാണ് ഈ മനുഷ്യരെ എങ്ങനെ എങ്ങനെയാണ് ഒരു നല്ല അമ്മയായിട്ടിരുന്ന് വളർത്തുന്നത് എന്നുള്ള ചോദ്യത്തിന് ആ ഒരു മനോഹരിയായിരിക്കുന്ന അല്ലെങ്കിൽ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബിക ആ ഒരു ഭേദപ്പെടുത്തിയാണ് വളർത്തിയിരിക്കുന്നതെന്ന് മാണിക്യവാചകര് പറയുന്നു. മാണിക്യവാചകർ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉയർന്ന ശിവഭക്തനും ദേവീ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹം പറയണു, ഈ അമ്മ സാധാരണ രീതിയിലല്ല മക്കളെ വളർത്തിയിരിക്കുന്നത്, അവരെ ഭേദപ്പെടുത്തിയാണ് വളർത്തിയിരിക്കുന്നത്. എന്താ ഈ ഭേദപ്പെടുത്തി വളർത്തുക എന്ന് പറഞ്ഞാൽ? ഭേദപ്പെടുത്തി വളർത്തുക എന്നുള്ളതിന്റെ ശരിയായിട്ട് അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ദേവിയെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം സാധാരണ ഭാഷയിൽ പറഞ്ഞാല് മനുഷ്യരുടെ ഇടയിൽ ഭേദങ്ങൾ ഉണ്ടാക്കി, ഭേദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഒരു ഡിസ്ക്രിമിനേഷൻ ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണാം. നമ്മൾ ജാതിയുടെ തലത്തിൽ പറയും, ധനത്തിന്റെ രീതിയിൽ പറയും, ഏതിലും എല്ലാവരും ഒരുപോലെ അല്ല, അല്ലെ? അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ സാധാരണ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അമ്മ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത്? ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ദ നോളജ് ആൻഡ് ദ സെൻസ് ടു ഡിസ്ക്രിമിനേറ്റ്. അപ്പൊ ഇത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ഭേദബുദ്ധി, അതായത് ഭേദം എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ, ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, അല്ലെ? നമ്മൾ എല്ലാവരും ചിന്തിക്കും, എന്താ എനിക്ക് ഇങ്ങനെ, ആ ആൾക്ക് ഇത്രയും സന്തോഷമാണല്ലോ, എനിക്ക് ദുഃഖമില്ല, അത് ആ അവർക്ക് എന്താ ദുഃഖം, അല്ലെ? ഒരു കൊച്ചുകുട്ടി പോലും, ബുദ്ധൻ ഇത്രയും സുഖ സൗകര്യങ്ങളിൽ വളർന്നിട്ട് പോലും അദ്ദേഹം അവസാനം ആ ഒരു യാത്ര പോകുമ്പോൾ ചോദിക്കുന്നു, എന്താണ്, തന്റെ തേരാളിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഡിഫറൻസ്? ഞാൻ കൊട്ടാരത്തിൽ കണ്ടതല്ലല്ലോ പുറത്ത് കാണുന്നത്, ഇവിടെ എന്തോ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. കുറച്ചു പേര് പാവപ്പെട്ടവരായിരിക്കുന്നു, കുറച്ചു പേര് ധനികരായിരിക്കുന്നു, കുറച്ചു പേര് രോഗികളായിട്ട് കടത്തിണ്ണയിൽ കിടക്കുന്നു. അപ്പൊ ഈ ജന്മത്തിൽ എന്തൊക്കെയാ ഉള്ളത്? അദ്ദേഹം എന്താ പറയാ, ആ ഒരു മൃത്യുവിനെ കുറിച്ചോ ദാരിദ്ര്യത്തെ കുറിച്ചോ ഒന്നും അറിയാത്ത ആളാണ്. എന്നിട്ട് പോലും വെളിയിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സൈറ്റിൽ തന്നെ എന്ത് കണ്ടു? എന്തോ ഒരു പ്രപഞ്ചത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, എല്ലാവരും സമന്മാരല്ല. അപ്പൊ ചില കാര്യങ്ങളെ വ്യത്യാസമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോരുത്തർക്കും കൊടുത്തിട്ടാണ് ദേവി അവരെ വളർത്തുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത് മനുഷ്യരുടെ ഇടയിലുള്ള ധനത്തിന്റെയോ പദവിയുടെയോ സൗന്ദര്യത്തിന്റെയോ ഉള്ള ഭേദബുദ്ധി അല്ല പറയുന്നത്. അത് എടുത്തു നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തില് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ന്യായം, എന്താണ് അന്യായം, അല്ലെ? ഏത് ന്യായം അല്ലെങ്കിൽ ഏത് ധർമ്മം, ഏതാണ് അധർമ്മം, ഇവയെ തന്റെ ഉള്ളില് ഒരു ഭേദബുദ്ധിയോടെ അറിയാനുള്ള കഴിവ്, അതാണ് നമുക്ക് ദേവി തന്നിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ ബലം എന്ന് ഇതാണ്. മൃഗങ്ങൾക്ക് ഈ ഭേദം അറിയില്ല, അവർക്കെല്ലാം ഒരുപോലെയാണ്, അല്ലെ? മൃഗങ്ങൾക്ക് വിശപ്പ് തോന്നുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നു, അതിനുള്ള ഭക്ഷണം വേറെ ആർക്കും കൊടുക്കാതെ അത് കഴിച്ച് വിശപ്പടക്കുന്നു. ഒരു നായക്ക് വെച്ചിരിക്കുന്നത് വേറൊരു നായ എടുക്കാൻ വന്നാൽ എന്ത് ചെയ്യാം? അതിനെ ഓടിക്കും അത്, അല്ലെ? അപ്പൊ കഴിച്ച് വിശപ്പടങ്ങിയാൽ മാത്രമേ അത് വിട്ടുകൊടുക്കുള്ളൂ. കാരണം എന്താ? അതിന് വിശേഷ ബുദ്ധിയില്ല. എന്നാൽ മനുഷ്യന്റെ കാര്യം ഓർക്കുകയാണെങ്കിൽ കഴിക്കുന്നതിനേക്കാൾ വിശപ്പുള്ളവർ വന്നാല് അവർക്കും കൂടി കൊടുക്കണം എന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ ആ ഒരു ഭേദം, ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് മനുഷ്യന് സാധിക്കുന്നുണ്ട്. കൊടുക്കുന്നോ ഇല്ലയോ എന്നത് വേറെ കാര്യം.
അപ്പൊ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ സെൻസ് മനുഷ്യ മനസ്സിനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സഭയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സഭയിൽ ഇരിക്കേണ്ടത്, മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം, ന്യായ അന്യായങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു ഭേദബുദ്ധി, ഇതിനെയാണ് തന്റെ ഭൂമിയിലുള്ള മക്കൾക്ക് ദേവി കൊടുത്തയച്ചിരിക്കുന്നത്, അമ്മ തന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് വളർത്തുന്നത്. ഈ മനുഷ്യ മനസ്സിന്റെ ബലം എന്നത് എന്താ പറയാ, ചില സമയങ്ങളിൽ ഈ മനസ്സ് ബലഹീനമായിട്ട് തീരുന്നു. ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, ഇതാണോ ശരി, അല്ലെ, ഇതൊക്കെ തെറ്റാണോ എന്നൊക്കെ ധാരാളം ചിന്തകള് പല സമയത്തും നമ്മളൊരു എന്താ പറയാ പസിൽഡ് ആയിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ മനുഷ്യർ ഇരിക്കാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം. അപ്പോ ഇത് നിറയെ ആ ഒരു ചലനങ്ങള് ഈ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ, തോട്ട്, ഓരോ എനർജി പ്രോസസ് ആണത്. അതിങ്ങനെ വന്ന് മനസ്സെന്ന് പറയുന്ന നമ്മുടെ നമുക്ക് കാണാൻ പറ്റാത്ത പ്രഹേളിക, പക്ഷെ എവിടെയോ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിക്ഷുബ്ധം എന്നൊക്കെ പറയുന്ന പോലെ വികാരങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് സെൻസ് ഓർഗൻസിൽ കൂടെ വരുന്ന എല്ലാ തോട്ട്സും നമ്മുടെ ഉള്ളില് വിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നു. വിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ദുഃഖം, ഒരിക്കൽ സുഖം, ഇങ്ങനെ മാറി മാറി ഒരു ട്രാങ്കുലിറ്റിയിൽ, ഒരു സമചിത്തതയോടെ ഒരു മനുഷ്യന് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റുന്നില്ല. ചെറിയ കാര്യം മതി, അല്ലെ, ഒരു ചെറിയ കാര്യം ഓർഡർ കൊടുത്തു, അത് വന്നില്ല, ഉടനെ അതിന് എപ്പോ വരും. നമുക്ക് ഒരിക്കലും ഒരു സമാധാനമായിട്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഒരു എന്തിനെയോ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെ, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമായിരിക്കുന്നു, വികാര വിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിന്റെ ഒരു ബലഹീനതയാണ്, അല്ലെ, അതിന്റെ നിരന്തരമായിരിക്കുന്ന ചലനം. അപ്പൊ ഇത് എങ്ങനെ, എന്താ പറയാ, എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണോ അങ്ങനെ വേണോ, ഏത് ചെറിയ കാര്യത്തിൽ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എപ്പോഴും ഡിസ്റ്റർബ്ഡ് മൈൻഡ് എന്ന് പറയും. ഇവിടെ മാനസ സരോവരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടത്, സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കുന്ന, അല്ലെ, ഒരു പ്രകമ്പനം ഒന്നുമില്ലാത്ത നിശബ്ദമായിരിക്കുന്ന നിശ്ചലമായിരിക്കുന്ന ജലം, അതിനെയാണ് മാനസ സരസ് എന്ന് പറഞ്ഞത്. ഏത് സ്ഥലത്ത് ഇരിക്കാൻ പോലും നമ്മളിപ്പോ യാത്രയിലൊക്കെ ഒരു സഭയിലോ ഒക്കെ തന്നെ പലവട്ടം ചിന്തിക്കും, നമ്മൾ അവിടെ പോണോ, എവിടെ പോയി ഇരിക്കണം, നമ്മൾ അവിടെ ആരെയൊക്കെ കാണും. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ തന്നെ അതിനു മുമ്പേ കുറെ തോട്ടാണ് നമുക്ക്. അവിടെ ചെന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ, എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമോ, അവര് കാണുമോ, ഇവര് കാണുമോ, ഇങ്ങനെ നമ്മൾ അറിയാതെയാണ് ഈ ചിന്തകൾ വരുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ കുറച്ചു പേരുമായിട്ട് സംസാരിച്ചു തിരിച്ചു വരുമ്പോ അതിന്റെ ചിന്തകൾ, ചെയ്തത് ശരിയായോ, അല്ലെ, ചെയ്തത് മാറ്റണോ. അപ്പൊ ഇങ്ങനെ നമ്മള് ഒരു ദിവസം ചിന്തിക്കും, ഒരു 24 hours നമ്മൾ എടുക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്തല്ലാതെ ബാക്കി എല്ലാ സമയം നമ്മൾ ഒരു ഇൻട്രോസ്പെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതാണോ, എന്താ പറയാ, ഇത് മതിയോ, എപ്പോഴും നമ്മളിങ്ങനെ യെസ് ഓർ നോ, അല്ലെ, ഇങ്ങനെ രണ്ടെണ്ണത്തിൽ ഒരു പെൻഡുലത്തിന്റെ രണ്ട് ഭാഗം സീസോ പോലെ, ഒരു സ്ഥലം താഴും ഒരു സ്ഥലം പൊങ്ങും. ഞാൻ ഇത് ചെയ്തത് ശരിയായോ, ആ ആളെ കണ്ടപ്പോ കുറച്ചുകൂടെ സംസാരിക്കാമായിരുന്നു, അത് മാറ്റി ചെയ്യാമായിരുന്നു. ഇങ്ങനെ മനസ്സ് എന്ന് പറയുന്ന ആ ചഞ്ചലാത്മികയായിരിക്കുന്ന ആ ഒരു സാധനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരാളെ വിളിക്കണമെങ്കിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ആലോചിക്കും, ഫോൺ എടുത്ത് കയ്യിൽ വെക്കും, വിളിക്കണോ വേണ്ടേ, നാളെ മതിയോ, ഇപ്പൊ വിളിച്ചാൽ ശരിയായിരിക്കോ, ഉറങ്ങുകയാണോ, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെ ഒരു കോൾ അത്രയും അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഫോൺ ചെയ്യുള്ളൂ. അല്ല, ചുമ്മാ ഒരു കാഷ്വൽ ടോക്കിനൊക്കെ ആണെങ്കിൽ നമ്മൾ 10 പ്രാവശ്യം ചിന്തിക്കും, ഇല്ലേ. ഒരിക്കലും മനസ്സിന് പൂർണ്ണമായിട്ട് ഒരു തൃപ്തി ഉണ്ടാകാതെ ആ ഒരു ടെംപ്റ്റേഷൻസ് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഈ മനസ്സിനെ നമ്മൾ സ്ഫടികമാക്കി തീർക്കണം, ഇതിനെ നിയന്ത്രിക്കണം. ആ ഒരു ഭക്തിയിൽ ഇതിനെ എന്താ പറയാ, അങ്ങനെ ചലനമില്ലാതെ സ്ഫടികമാക്കി വെക്കണം. ആ സ്ഫടികത്തിൽ മാത്രമേ ഹംസമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അമ്മ, അതായത് ജഗദീശ്വരി, ഒരു ഹംസത്തിന്റെ രൂപത്തിൽ പറന്നിറങ്ങുക, അല്ലെ, ഭക്തമാനസ ഹംസികായേ നമ. അമ്മ എങ്ങനെയാ ഈ ചലനം, വെള്ളം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ വരാൻ പറ്റില്ല. ഈശ്വര ദർശനം നിശ്ചലമായിരിക്കുന്ന ഒരു മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്രത്തോളം ചിന്തകൾ കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ബാഹ്യമായിട്ട് എന്താ ഈ ഋഷിമുനിമാരൊക്കെ അങ്ങ് ദൂരെ ചെന്ന് തപസ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഈ സമൂഹവുമായിട്ട് ബാഹ്യ വസ്തുക്കളുമായിട്ട് കോണ്ടാക്ട് വരുന്നു, മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സിന് ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കർമ്മങ്ങളാവാം, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴാണോ ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാതെ
ബാഹ്യമായിരിക്കുന്ന ഒരു വസ്തുക്കളും നമ്മൾ അഫക്ട് ചെയ്യാതെ നമ്മുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമായിട്ടിരിക്കുന്നത്, ആ ശാന്തമായ മനസ്സിൽ മാത്രമേ നമുക്ക് ദേവി ഈശ്വര ദർശനം സാധ്യമാവൂ. ഈ മാനസ സരോവരം എന്ന് പറയുന്ന ആ ഒരു ഉദാഹരണം കൊടുക്കാൻ തന്നെ കാരണം, സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കുന്ന ട്രാങ്കുലിറ്റി എന്ന് പറയും. ആ മനസ്സ് ചഞ്ചലമല്ലാത്ത ഒരു മനസ്സിൽ മാത്രമേ നമുക്ക് ഈശ്വരന്റെ പ്രതിബിംബം കാണാൻ സാധിക്കുള്ളൂ. ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാല്, അമ്മയ്ക്ക് വേറെ ഒരിടത്തും പോവാൻ ഇഷ്ടമല്ല അല്ലെ? നമുക്ക് നമ്മുടെ ഉള്ളിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മയ്ക്ക് എവിടെയാ ഇഷ്ടം? അമ്മ ആഗ്രഹിച്ച് സന്തോഷത്തോടെ വിളിച്ച ഉടനെ വന്നിരിക്കുന്നത് പറയുന്നു ഭക്തരുടെ മനസ്സാണെന്ന്. അപ്പൊ അവരുടെ മനസ്സ് ആ ഒരു ശുദ്ധമാക്കി, ആ ഒരു എന്താ പറയാ, ചഞ്ചലത ഇല്ലാതെ, ഓളങ്ങൾ ഇല്ലാതെ ഒരു മാനസ സരോവരമാക്കാൻ ഭക്തര് ശ്രമിച്ചെങ്കിൽ മാത്രമേ ദേവി അവിടെ വന്ന് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും, നമ്മളൊരു 15 മിനിറ്റ് ഇരുന്നു, ആ അമ്മയെ നമ്മുടെ ചിന്താമണി ഗ്രഹത്തിൽ ഇരിക്കുന്നതായിട്ടൊക്കെ സങ്കല്പിച്ചു, പൂജാമുറി അടച്ചു, വെളിയിലിറങ്ങി, വീണ്ടും ചിന്തകളുടെ ഒരു എന്താ പറയാ പ്രവാഹം വന്നുകൊണ്ടേയിരിക്കണം. പിന്നെ വല്ലപ്പോഴും ഒരു ദിവസം ചില സമയങ്ങളിലൊക്കെ ഓർത്താലായി, സമയമില്ല അല്ലെ, നമ്മൾ വേറെ പലതിലും മുഴുകിയിരിക്കണം. അത് പോരാ. കാരണം അമ്മ ഹംസികയായിട്ട് ആ നിശ്ചലമായിരിക്കുന്ന മനസ്സിൽ അല്ലെ, ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ ഇത്രയും ഹൈറ്റില്, സമുദ്രതലത്തിൽ നിന്ന് 15,000 അടി ഉയരത്തില്. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ ശരീരത്തിലും ഈ ഭോഗവസ്തുക്കളിലും ഈ പറയുന്ന ഇന്ദ്രിയങ്ങളിൽ നിന്നും വളരെയധികം ഉയരണം. ഇതിനകത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പക്ഷെ ആ മനസ്സ് എന്ത് വേണം? ആ നിരപ്പിൽ നിന്ന് ഉയരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും നമ്മളെ അഫക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ ചഞ്ചലതകളെല്ലാം എങ്ങനെ അത് നമുക്ക് അഫക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? നമ്മൾ ഇന്നലെ കണ്ട പോലെ ആ ഒരു നിത്യ അനിത്യ വിവേകം കൊണ്ട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ടെൻഷനാണ് നമുക്ക്. അല്ല, ഇതൊന്നും എനിക്ക് ബാധകമല്ല. വരുന്നത് വരട്ടെ, പോകുന്നത് പോട്ടെ, സുഖം വരട്ടെ, ദുഃഖം വരട്ടെ, ഇതെല്ലാം സമചിത്തതയോടെ കാണാൻ പറ്റുന്ന ഒരു മനസ്സെന്ന് പറയുന്നതാണ് ട്രാങ്ക്വിൽ എന്ന് പറയുന്നത്. ഒരു എന്താ പറയാ സമചിത്തതയോടുകൂടി, അവിടെ യാതൊരു കോളിളക്കങ്ങളും ഇല്ല. അത് സമുദ്രതരപ്പിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, ശരീരവുമായിട്ട് ബന്ധമില്ലാതെ ഒരു ഉയരത്തിലിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് മാനസ സരോവരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ മാത്രമേ അമ്മയ്ക്ക്, ഏത് ഭക്തരുടെ ഉള്ളിലും അമ്മ വന്ന് ഇറങ്ങണമെങ്കിൽ, അമ്മയ്ക്ക് നീന്തി തുടിക്കണമെങ്കിൽ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് മാനസരോവരം. അപ്പൊ അവിടെ അമ്മ വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് മാനസ സരോവരമാക്കി തീർക്കണം. ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാല് നമുക്ക് സാധ്യമാക്കാൻ പറ്റും. എങ്ങനെ? അല്ലെ? ഭക്തരുടെ മനസ്സാണ് അവിടെ. വേറെ ഒരിട ഭക്തരെന്ന് പറഞ്ഞാൽ എന്താ? സോക്കോൾഡ് ഭക്തി എന്ന് പറഞ്ഞാൽ ആദ്യം സ്നേഹമാണ്. അപ്പൊ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് വേറെ ഒന്നിലും പോകാതെ നമുക്ക് നമ്മളിപ്പോ ഒരാളെ മാത്രം സ്നേഹിക്കുന്നു എന്ന് വെക്കൂ, ആ ആളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് വേറെ ഒരിടത്തും പോവില്ല. ആ ആളുടെ വേറെ ബോർഡ്സ് അല്ലേ, ആ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഇപ്പൊ എന്നെ കാണാൻ വരും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. അതുപോലെ നമുക്ക് ഇഷ്ടദേവത നമ്മുടെ അമ്മയാണെങ്കിൽ അമ്മയെ കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താ? അമ്മ അവിടെ വന്നിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാകും, വേറെ ചിന്തകളോടെ വരുന്നില്ല. ഈ കാത്തിരിക്കുന്നവരുടെ മനസ്സ് വേറെ ഒരിടത്തും എന്താ പറയാ, എനിക്ക് പോകാൻ ഇഷ്ടമല്ല, വേറെ ഒരിടവും വേണ്ട എനിക്ക് അല്ലെ, അമ്മ പറയുന്ന എന്താ, എനിക്ക് സ്നേഹിക്കുന്നവരുടെ, എന്നെ കാത്തിരിക്കുന്നവരുടെ മനസ്സ് മതി എന്ന് പറയുന്ന ലോകമാതാവായിരിക്കുന്ന ജഗദംബിക, ഈ അമ്മയായ, ഈ ആദിശക്തിയായിരിക്കുന്ന അന്നപൂർണയായിട്ട്, അഖിലാണ്ടേശ്വരിയായിട്ട് പല പേരുകളില് കാളി, ദുർഗ, സരസ്വതി, സാവിത്രി ഒക്കെ ആയിരിക്കുന്നത് ആ ആ ഇരിക്കുന്നത് ഒരേ അമ്മ തന്നെയാണ്, ഒരേ ശക്തി തന്നെയാണ്. അമ്മയുടെ പല മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ ഭാരതദേശത്തിലെ കാലാകാലങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധിച്ചു വന്നിരുന്നു ദേവിയെ. കാരണം ദേവി ഉപാസന എന്ന് പറയുന്നത് എന്ന് പ്രപഞ്ചം വന്നിട്ടുണ്ടോ അന്ന് മുതലുള്ളതാണ്. അപ്പൊ ഏറ്റവും ഉയർന്ന ആ ഒരു ഈശ്വര ശക്തി ആരാധനയാണ് ഈ ദേവി എന്ന് പറയുന്നത്. ശക്തി എന്ന് പറഞ്ഞാല് ദേവി, സ്ത്രീയെ ശക്തിയായിട്ട് ആരാധിക്കുന്നതാണ് ശക്തി ഉപാസന എന്ന് പറയുന്നത്. വിഷ്ണു വൈഷ്ണവം എന്ന് പറയും, ശാക്തേയ എന്താ പറയാ ശൈവം എന്ന് പറയും, അങ്ങനെ പല പല. പക്ഷെ ഈ ശക്തി ഉപാസന എന്ന് പറഞ്ഞാൽ ആ ഒരു ശക്തിയെ നമ്മൾ അമ്മയായിട്ട്, ദേവിയായിട്ട് ഉപാസിക്കുന്നതിനാണ്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ നാടെടുക്കുകയാണെങ്കിൽ കാളിദാസനിൽ തുടങ്ങി ഈ ദേശത്തില് പല മഹാന്മാരും അംബികയെ ഉപാസിച്ചവരാണ്. അപ്പൊ ദേവി ഉപാസകർ എന്ന് പറയുമ്പോൾ തന്നെ ആദിശങ്കര ഭഗവത്പാദരിൽ തുടങ്ങണം നമ്മൾ. അങ്ങനെ മഹാകവി ഭാരതിയാര് ഇവരെല്ലാം തന്നെ അമ്മയെ ആ ഒരു അൻപെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണവും സ്നേഹവും കൊണ്ട്, ആ ഒരു ആ പൂർണ്ണ സ്നേഹം കൊടുത്ത് ശരണാഗതിയിലൂടെ ഉപാസിച്ചവരാണ്. വേദത്തില് ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീവിദ്യ എന്നാൽ ദേവി ഉപാസന എന്ന് തന്നെയാണ് അർത്ഥം. വേദം എടുത്ത് നോക്കി അതില് ശ്രീവിദ്യ ശിവവാമ ഭാഗനിലയ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ദേവി ഉപാസന എന്ന അർത്ഥം.
ഇന്നും ശ്രീവിദ്യ എന്നാൽ ദേവി ഉപാസന തന്നെയാണ്. അപ്പൊ ശാക്തേയം എന്ന അർത്ഥം, അതായത് ശ്രീവിദ്യ എന്നത് 12 ഗുരുക്കന്മാര് ഉപാസിച്ച വഴികളെയാണ് നമ്മൾ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. ആ വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ 12 പേരിലാണ് ശ്രീവിദ്യ സമ്പ്രദായം അറിയപ്പെടുന്നത് തന്നെ. അവരുപയോഗിച്ച മന്ത്രം, പൂജ വിധികള്, പരമ്പര എല്ലാം അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇന്ന് നമ്മൾ പിന്തുടർന്ന് പോവുകയാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ 12 വിധത്തിലുള്ള ശ്രീവിദ്യ ഉപാസന, 12 ടൈപ്സ് ഓഫ് ശ്രീവിദ്യ. ഒരേ ദേവി ഒരേ ദേവിയെ 12 വിധത്തിലുള്ള ആരാധനകള്. അതെങ്ങനെയാ സാധിക്കുക? ഒരു ദേവിയിലെത്താൻ 12 വഴികള്. ഓരോ ഉപാസകന്റെയും ബോധതലത്തില് ദേവി എങ്ങനെയാണോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്, അവരുടെ ആ ഒരു പശ്യന്തി തലത്തിൽ അമ്മയെ എങ്ങനെയാണോ കണ്ടത്, ആ രീതിയിൽ അവർ ആരാധിച്ചു, അവിടെ എത്തി. അല്ലെ? അപ്പൊ നമ്മൾ ഓരോ പരമ്പര സെലക്ട് ചെയ്യാൻ കാരണം ഇതാണ്. നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ഏത് പരമ്പരയിലാണ് നമ്മുടെ മനസ്സ് ചെന്ന് നിൽക്കുന്നത്, അവിടെയാണ് നമുക്ക് മന്ത്രം കിട്ടുക. അപ്പൊ ആ ഉപാസനയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ദേവിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഈ ദേവിയിലേക്കുള്ള ആ ഒരു ഭക്തിക്ക് മാറ്റമില്ല. പക്ഷെ എന്താ ആ ചെയ്യുന്ന രീതിയിലാണ് മാറ്റം. അപ്പൊ ഓരോ വ്യക്തിക്കും അവനവന്റെ രീതിയിലേ ഉപാസിക്കാൻ പറ്റൂല്ലേ, വേറൊരാളെ പറ്റില്ല. അപ്പൊ അവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അപ്പൊ അമ്മയെ സന്തോഷിപ്പിച്ച് സാക്ഷാത്കരിച്ച് അങ്ങനെയാണ് ഈ 12 ഗുരുക്കന്മാര് 12 ശ്രീവിദ്യാ മന്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു 12 പരമ്പരകള് ഈ ലോകത്തിന് സംഭാവന ചെയ്തത് ഈ 12 വഴികളാണ്. പരമ്പര എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോവേണ്ട വഴി. ഈ വഴിയിലൂടെ നമ്മൾ ആ പൂർണ്ണമായിരിക്കുന്ന ദൃഢവിശ്വാസത്തോടു കൂടി സഞ്ചരിച്ചാല് ഉറപ്പായിട്ടും നമ്മൾ എവിടെ എത്തിച്ചേരും? ഈ പറയുന്ന പല പല ഭാവങ്ങളിലിരിക്കുന്ന ഏകമായിരിക്കുന്ന അല്ലെ ആ പരാശക്തി എന്ന് പറയുന്ന ബിയോണ്ട് ആയിട്ടിരിക്കുന്ന പ്രപഞ്ചവും പ്രപഞ്ചാതീതവുമായിരിക്കുന്ന ആ ശക്തിയിൽ നമ്മൾ എത്തിച്ചേരും, ഉറപ്പാണ്. ആരൊക്കെയാണ് ഈ 12 ഗുരുക്കന്മാര്? നമ്മൾ കേട്ടിട്ടുണ്ട്, ലോക ഗുരുക്കന്മാരാണ് ഇവരല്ലേ. മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗ്നി, സൂര്യൻ, അഗസ്ത്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ. ഇവരാണ് ശ്രീവിദ്യയിലെ 12 ഗുരുക്കന്മാരെന്നറിയപ്പെടുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ദേവി ഉപാസകർ ഇവരാണ്. ഇപ്പൊ വൈവസ്വത മനുവിന്റെ മനുവിദ്യ, ചന്ദ്രന്റെ ചന്ദ്രവിദ്യ, നമ്മള് ലളിതാ സഹസ്രനാമത്തിൽ പറയാറുണ്ട് അല്ലെ, ചന്ദ്രവിദ്യ. ഇതെല്ലാം തന്നെ രാജവിദ്യ എന്ന് ഇന്നും പറയപ്പെടുന്നു. ഇപ്പൊ കുബേരന്റേത് കുബേരവിദ്യ. ഇപ്പൊ നവനിധികൾക്കുടമയായിട്ട് കുബേരൻ എങ്ങനെയായി? ഈ ഒരു ദേവിയെ ഉപാസിച്ചത് കൊണ്ടാണ് കുബേരൻ ഇത്രയും അല്ല, ധനത്തിന്റെ അധിപനാണ് കുബേരൻ അല്ലെ. ലോപാമുദ്ര എന്ന് പറയുന്ന അഗസ്ത്യന്റെ പത്നി അല്ലെ. അഗസ്ത്യൻ, മന്മഥൻ, അഗ്നിദേവൻ, സൂര്യൻ, ഇന്ദ്രൻ, സുബ്രഹ്മണ്യൻ, ശിവപെരുമാൾ, എല്ലാവരും സാക്ഷാൽ ശിവപെരുമാൾ പോലും അല്ലെ, ശിവപരമ്പൊരുൾ എന്ന പറയുന്നത്, ആ അദ്ദേഹം പോലും അംബ ഉപാസകനായിരുന്നു. ഇപ്പൊ ക്രോധഭട്ടാരകൻ എന്ന് പറയുന്ന ദുർവാസാവ്, ഇവരാണ് ഈ 12 ഉയർന്ന ഉപാസകരെന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ ലോപാമുദ്ര എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു പെൺ ഉപാസകയുടെ വിദ്യയാണ് ഹാദി വിദ്യ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന വിദ്യയായിട്ട് കാണുന്നത്. ഇപ്പൊ ലോപാമുദ്രയുടെ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും സ്നേഹത്തിൽ ചാലിച്ചാണ് അമ്മയെ ഉപാസിച്ചത് ആ ദേവി. അപ്പൊ അവനവന്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ നടത്തിയ ഉപാസനകളാണ് ആ ഓരോ പരമ്പരയ്ക്ക് വഴിയൊരുക്കിയതെന്ന് അർത്ഥം. ദേവി ഉപാസകർക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഫലങ്ങൾ ലഭിക്കും എന്നൊരു ചോദ്യം ഉണ്ടാകും ഇല്ലേ. ഇപ്പൊ കാളിദാസൻ എന്ന് പറയുന്ന സംസാരിക്കാൻ പോലും അറിയാതിരുന്ന ഒരു മരം വെട്ടിയായിരുന്ന ഒരാള് അല്ലെ, അക്ഷരജ്ഞാനമില്ലാത്തവൻ, മഹാകാവ്യങ്ങൾ രചിച്ച് മഹാകവി എന്ന് പറയുന്ന സ്ഥാനത്തിന് പ്രാപ്തനായി. ഇപ്പൊ നാടകങ്ങള്, അനേകം പദ്യങ്ങള്, സ്തുതികൾ, ഇവയൊക്കെ എഴുതണമെങ്കിൽ ആ അമ്മയുടെ അനുഗ്രഹം വേണം. നമ്മുടെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം. ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് യാതൊന്നും ലഭിക്കില്ല. നമ്മൾ എന്തുകൊണ്ട് ഐശ്വര്യമില്ലാത്തവര്, ദാരിദ്ര്യത്തിൽ കിടക്കുന്നു എന്ന് പറയാൻ കാരണം അവരുടെ കർമ്മ, അവിടെയും ദേവിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവരുടെ കർമ്മ ഫലങ്ങൾ കൊണ്ട് അവരനുഭവിച്ച് തീരേണ്ട കർമ്മങ്ങൾ തീരാതെ ദേവിക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റില്ല. ഈ ഐശ്വര്യം എന്ന് പറയുന്ന സമ്പത്ത്, വാക്ക്, ഇതെല്ലാം തന്നെ നമുക്ക് ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മളത് ചിന്തിക്കണം, അത് എത്ര വലുതാണ്, അത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം, അമ്മയുടെ അനുഗ്രഹം എങ്ങനെ നേടിയെടുക്കാം. ഇന്നും കാളിദാസന്റെ കാര്യത്തില് ആ നാടകങ്ങളെ വെല്ലാനായിട്ട് ഇന്നും വേറെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് റെഫറൻസ് പറയുന്നത് കാളിദാസന്റെ രചനകളാണ്. ഇതിനൊറ്റ കാരണം എന്താ? ദേവിയുടെ പരിപൂർണ അനുഗ്രഹം. അങ്ങനെ എത്ര 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 കഥകളാണ് നമ്മുടെ ഈ ഭാരത മണ്ണിൽ അരങ്ങേറിയിരിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടെങ്കിലും മനസ്സിലാക്കണം, നമ്മൾ ഈ ഭക്തിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇന്നൊരു ശ്രീവിദ്യ ഉപാസകൻ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നൊരു ദേവി ഭക്തനാണെന്ന് പറയണുണ്ടെങ്കിൽ, എന്റെ
എന്റെ നമുക്ക് എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അല്ലെ? എന്ത് നടക്കണമെങ്കിലും കോൺട്രിബ്യൂഷൻ വേണം. അപ്പൊ നമുക്ക് പ്രപഞ്ചം നടത്തുന്നതിന് നമ്മുടേതായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്താ നമ്മുടെ കോൺട്രിബ്യൂഷൻ? നമ്മുടെ ശ്വാസോച്ഛ്വാസം തന്നെ. നമ്മൾ അകത്തോട്ട് എടുക്കുന്നു, പുറത്തേക്ക് ഓരോന്ന് വിടുന്നു. അപ്പൊ ഇത് നല്ലതാണോ? പ്രപഞ്ചത്തിനത് ആ കോൺട്രിബ്യൂഷൻ പ്ലസ് പോയിന്റ് ആണോ മൈനസ് പോയിന്റ് ആണോ? അതുപോലെ ഏത് കാര്യം നമ്മൾ നമ്മുടെ എന്താണ് അതിനകത്ത്? നമ്മൾ ഇന്നൊരു ഭക്തനായിട്ട് തീർന്നെങ്കിൽ, കാളിദാസൻ ഭക്തനായിട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്ത് ക്വാളിറ്റി, അദ്ദേഹം എന്താണ് ദേവിക്ക് സമർപ്പിച്ചത്? എന്താണ് ദേവി ഇത്രയും അനുഗ്രഹം കൊടുക്കാൻ കാരണം? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ഭക്തരെന്ന്, സോക്കോൾഡ് ഭക്തരെന്ന് ഇരുന്നാ പോരാ. മന്ത്രം ജപിക്കുന്നതല്ല ഭക്തി അല്ലെ? മന്ത്രം ജപിക്കുന്നത് ഈ പറയുന്ന എന്താ പറയാ, കുറെ കർമ്മത്തിന് ക്ഷയം വരുന്ന മാത്രമേ ഉള്ളൂ. കർമ്മക്ഷയം വന്നാലേ ഈ പറയുന്ന ആ ഒരു മാനസരോവരമായിട്ട് നമ്മുടെ മനസ്സ് തീരൂ. അവിടെയും ദേവി വന്നിരിക്കുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു പാത്രം കഴുകലാണ് ഈ മന്ത്രജപം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇതിനെന്താ? ഒരുപാട് കാര്യങ്ങൾ, നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സ്, ആ ഒരു അഭിനയമില്ലാത്ത പൂർണ്ണമായിട്ട് സമർപ്പണത്തോടു കൂടിയ ഒരു മനസ്സ്, അവിടെയാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. അതിനെയാണ് ഭക്തൻ. ഒരു ഭക്തൻ എന്ന് പറഞ്ഞാല് അവിടെ സ്നേഹം മാത്രം, വേറൊന്നും ചിന്തിക്കാൻ ആ ആൾക്ക് കഴിയില്ല. നമ്മളെ പലതും കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മുടെ ഭക്തി വെച്ചിരിക്കുന്നത്. ഇത്ര കിട്ടുമോ, ഇത്ര കൊടുത്താൽ ഇത്ര കിട്ടും, ഇല്ലേ? ജപങ്ങളെല്ലാം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? അമ്മയ്ക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ജപിക്കാറുണ്ടോ? എത്ര ജപം വേണമെങ്കിലും ഞാൻ ചെയ്യാം? ഇല്ല. 108 108, ഒരെണ്ണം കൂടിപ്പോയി 20 കൂടി ജപിച്ചു എന്ന് വരെ നമ്മൾ പറയും അല്ലെ? 108 ആയിരുന്നു എന്റെ കണക്ക്, 20 കൂടിയിട്ടുണ്ട് ഇന്ന്. അതുപോലും ദേവി നമുക്ക് തരുന്നതെല്ലാം കണക്ക് നോക്കിയിട്ടാണോ? നമുക്ക് ഈ തന്നിരിക്കുന്നതെല്ലാം, നമ്മൾ ഈ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഒന്നും അമ്മ കണക്കെടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാത്തിനും കൃത്യമായിട്ട് കണക്ക് വയ്ക്കും. നമ്മൾ ഇത്രയും ചെയ്തു, ഇത്രയും, ഇന്ന് ഇത് മതി, ദേവിക്ക് ഇത്രയും കൊടുത്തിട്ടുണ്ട്. അമ്മ നമ്മുടെ ഇത് വെച്ചിട്ടാണോ അവിടെ ഇരിക്കുന്നത്? അപ്പൊ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മളെല്ലാം ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ്. നമുക്ക് എന്താ പറയാ, എന്താ കണക്ക് വെക്കാതെ അമ്മയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമ്മുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ കണക്ക് വെക്കുന്ന എന്തിനാ? നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ തിരിച്ച് പ്രത്യുപകാരമായിട്ട് അമ്മയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്ന എന്താ? നമുക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ്, മോക്ഷം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തലത്തിൽ ഇരിക്കുന്ന ആർക്കും ദേവിയുടെ ഈ പറഞ്ഞ അകമഴിഞ്ഞ, നമ്മൾ ഈ കാണാൻ പോകുന്ന ആളുകളെല്ലാം തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് അൺകമ്പയറബിൾ, ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. അവരെങ്ങനെ ഇങ്ങനെ ആയി? നമ്മൾ അത്ഭുതത്തോടെ ചോദിക്കും. പക്ഷെ ആ അത്ഭുതത്തിന് പുറകില് ദേവിയുടെ അനുഗ്രഹം വന്നെങ്കിൽ അത് അവരുടെ ക്വാളിറ്റിയാണ്. അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് കൊണ്ടാണ് അവർക്ക് ഇത് കിട്ടിയത് അല്ലെ? ആ ഒറ്റ കാരണം, ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ പ്രസിദ്ധരായ ഒരാളുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വരദൻ എന്ന് പറയുന്ന ഒരാൾ. ഇങ്ങനെയുള്ള കുറച്ചു പേരുടെ വ്യക്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കണം നമ്മളിലുള്ള കുറവ് എന്തൊക്കെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദേവിയുമായിട്ട് അടുക്കാത്തത്? നമുക്ക് ലിമിറ്റഡ് ആയിരിക്കുന്ന എന്തുകൊണ്ട് നമ്മുടെ ഐശ്വര്യങ്ങൾ? നമ്മൾ ചോദിച്ചതെല്ലാം തരേണ്ടതാണ് അമ്മ. കലിയുഗമെന്നോ ത്രേതായുഗമെന്നോ ദ്വാപരയുഗമെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. ഏത് യുഗത്തിലും അമ്മ പ്രസന്റ് ആണ് നമ്മുടെ കൂടെ. പ്രപഞ്ചത്തില് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഉണ്ട്, ഇല്ലെങ്കിൽ പ്രപഞ്ചം നടക്കില്ല. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഷുവർ ആണല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന്റെ തെളിവ് എന്താ? അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് അല്ലെ? അപ്പൊ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ അമ്മയുടെ അടുത്തുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? അമ്മ എങ്ങനെയാണ് നമ്മൾ ഉപചാരപൂർവം വേണ്ട, ഷോഡശോപചാരം കൊടുക്കേണ്ട, ചതുഷ്ഷഷ്ടി ഉപചാരവും കൊടുക്കേണ്ട. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് ആറ്റിറ്റ്യൂഡാണോ അമ്മയോട് എടുക്കുന്നത്? അമ്മയ്ക്ക് കൊടുക്കുന്നതിന് കണക്ക് വെച്ചിട്ടുണ്ടോ? പൂജാമുറി തുടച്ച് അല്ലെ, പാത്രങ്ങൾ കഴുകി അമ്മയ്ക്കൊരു പ്രസാദം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തരുന്ന പോലെ, എനിക്ക് എന്റെ ആ വിശപ്പിന് ഞാൻ കഴിക്കുന്ന പോലെയാണോ അമ്മയ്ക്ക് കൊടുക്കുന്നത്? അതോ അമ്മ വേറെ ഞാൻ വേറെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? അമ്മയ്ക്ക് നമ്മുടെ ടോട്ടൽ കൊണ്ട് നമ്മുടെ മനസ്സിന് എത്ര സറണ്ടർ കൊടുത്തിട്ടുണ്ട്? ഇതൊക്കെ അളക്കാൻ പറ്റുന്നതല്ല. ഇത് അളക്കാൻ പറ്റാത്ത സ്നേഹത്തിനെയാണ് ഈ പറഞ്ഞവരെല്ലാം കൊടുത്തിട്ടുള്ള. ഈ കാളിദാസനാവട്ടെ, ഇനി നമ്മള് കേൾക്കാനും കാണാനും പോകുന്ന കഥകളെല്ലാം തന്നെ എന്താ പറയാ, അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ പറയുന്ന, ഒന്നും നിസ്വാർത്ഥമായിട്ട് അമ്മയെ എങ്ങനെ സ്നേഹിച്ചു അമ്മ, അതുപോലെ വാരിക്കോരി ഇല്ലെ. 3 പിടി അവലിനെ കൊടുത്തത് എന്താ? ശ്രീകൃഷ്ണൻ. 2 പിടി കൊടുത്തപ്പോ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇനി ഒന്നും വേണ്ടാതായി. അതുപോലെ നമ്മൾ അളന്ന് കൊടുക്കണതിന് ദേവി അളക്കാതെ തരുന്നു. നമ്മൾ കണ്ടു അല്ലെ, അളന്ന് തൂക്കി തരുന്നവളാണ് അമ്മ എന്ന് കണ്ടു. എന്താ? നമുക്ക് എത്രയുണ്ട്, നമ്മുടെ കപ്പാസിറ്റി എത്രയുണ്ട്, നമ്മൾ എത്ര കൊടുക്കണം, അവന് എത്ര ഉൾക്കൊള്ളാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് കൊടുക്കുന്നവളാണ് അമ്മ. കാരണം നമുക്ക് ഒന്നും താങ്ങാൻ കഴിയില്ല ഇല്ലേ? നമ്മൾ എല്ലാത്തിനും ചോദിച്ചു, ഇത് മതി അമ്മ, ഞാൻ ഇത് തന്നു ഇല്ലേ, ഞാനൊരു 10 മാല കെട്ടിയേക്കാം, 21 ദിവസം ഞാൻ ഇത് ചെയ്തേക്കാം, അല്ലെങ്കിൽ 21 ദിവസം ഞാൻ കുങ്കുമാർച്ചന ചെയ്തേക്കാം, ഇതെനിക്ക് തരണേ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് മാത്രമേ തരുള്ളൂ, കൂടുതലൊന്നും തരില്ല. അമ്മ ഞാനിത് ചെയ്യുന്നുണ്ട്, ഇത് കുങ്കുമം ഞാൻ അർച്ചിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ വിഷമമുണ്ട്, ഇത് അമ്മയ്ക്ക് നടത്തി തരാൻ പറ്റുമോ അല്ലെ? അത് അമ്മയുടെ പാദത്തിൽ വെച്ചിരിക്കുന്നു. ചെയ്യുകയോ ചെയ്യാതിരിക്കുക, പക്ഷെ ഇത് അമ്മയ്ക്ക് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അമ്മ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഈ ആറ്റിറ്റ്യൂഡ്
അല്ലാതെ 21 ദിവസം കലണ്ടറിൽ മാർക്ക് ചെയ്ത് 1 തൊട്ട് 21 തീയതി വരെ ചുമന്ന എന്താ പറയാ ഇതിട്ട് മാർക്ക് ചെയ്തിട്ട് 21 ദിവസം കഴിഞ്ഞു, അമ്മ ഇന്ന് കഴിഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തിയോടാണോ എല്ലാം അർപ്പിച്ച്, ഇല്ലേ? കുങ്കുമം അമ്മയ്ക്ക് ഇഷ്ടമാണ്, 36 തത്വങ്ങളെയാണ് അമ്മയുടെ പാദത്തിൽ വെക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട്, അമ്മ ഈ പ്രപഞ്ചമാണെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ചെയ്യുന്ന ഓരോ ഉപകാരവും അവിടെ നമുക്ക് എണ്ണ ഇല്ല, രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ഈ കാലമാകുന്ന കുറച്ച് കലണ്ടറുകളോ വാക്കുകളോ ഒന്നും ഇല്ലാത്ത ആ ഒരു കരുണ മാത്രമായിരിക്കുന്ന സാഗരാണ് അമ്മ. അപ്പൊ ആ അമ്മയുടെ അടുത്താണ് നമ്മൾ ഈ കണക്ക്, ഈ വലിയ സമുദ്രത്തിൽ ചെന്ന് സ്പൂണ് കൊണ്ടോ തവി കൊണ്ടോ കോരി ഒഴിക്കുന്നവരാണ് നമ്മൾ. അത് മാറ്റണം. കാരണം ഭക്തമാനസ ഹംസ, ഭക്തരെ ഇഷ്ടമുള്ളവളാണമ്മ. നമ്മൾ സോക്കോൾഡ് ഭക്തി യഥാർത്ഥ ഭക്തി അല്ല, അല്ലെ? അത് എന്താ പറയാ, ഒരു സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഭക്തിയാണ്. എന്തിനൊക്കെയോ വേണ്ടിയിട്ട്, അല്ലെ? പ്രപഞ്ച സുഖങ്ങൾ നിലനിൽക്കാൻ, മരണം വരാതിരിക്കാൻ, ശരീരത്തെ നിലനിർത്താൻ, ഒന്നും വേണ്ട, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തി. ഈ ഭക്തി അമ്മ 0 ലെവലിലാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർക്കൊന്നും അമ്മ കൊടുക്കും, കൊടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ ശ്രീവിദ്യാ മന്ത്രമൊക്കെ കിട്ടണമെങ്കിൽ തന്നെ അനേക ജന്മത്തെ പുണ്യമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ട്, അവരുടെ മനസ്സ് എത്ര ലിമിറ്റഡ് ആണോ അത്രയും ലിമിറ്റഡ് ആയിരിക്കും അമ്മ കൊടുക്കുന്നത്. നമുക്ക് നോക്കാം, ഈ വരദൻ എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെയാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടിയത്. നമ്മൾ ഓരോ കഥ കേൾക്കുമ്പോഴും ആ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് ഗുണപാഠം, അല്ലെ? മോറൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞ കുറച്ച് കഥകളുണ്ട്, കൊച്ചിലെ നമ്മൾ പഠിക്കാറുണ്ട്. വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? അപ്പൊ നമ്മൾ പറയും ഇതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പൊ നമ്മൾ ഓരോ കഥ കേൾക്കുമ്പോഴും ഈ ഭക്ത മാനസ ഹംസികയായിരിക്കുന്ന അമ്മ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ആ ഹംസമുണ്ടോ? അല്ലെ? ഹംസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇട്ടിരുന്നു ഹാസ, എന്താ? ശിവശക്തി ഐക്യരൂപിണിയാണ്. അകാരം എന്ന് പറയുന്ന ശിവനും സകാരം എന്ന് പറയുന്ന ദേവിയും ഒരുമിച്ചിരിക്കുന്ന ഹംസം. ഹംസ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അജപ ഗായത്രിയാണ്, നമ്മുടെ ശ്വാസം, പ്രാണന്റെ മന്ത്രമാണ്. ഈ പ്രാണനായിട്ടിരിക്കുന്ന അമ്മയോടാണ് നമ്മൾ ഈ കണക്ക് വയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അമ്മയോട് നമ്മൾ ഇടപെടേണ്ടത്? ഈ ഭക്തി എന്താണ് നമുക്ക് നോക്കാം. വരദൻ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം ക്ഷേത്രത്തിന്റെ മടപ്പള്ളിയില് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം ഇതെല്ലാം തന്നെ എന്താ പറയുക, തമിഴ്നാട്ടിലുള്ള ഓരോ ക്ഷേത്രങ്ങൾ, അഖിലാണ്ടേശ്വരിയുടെ ആ തൃക്കോവിലായിരുന്നു അദ്ദേഹം. അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു വളരെ ഉയർന്ന ക്ഷേത്രം, ഒരു ദേവീ ക്ഷേത്രമാണ് അത്, ശിവനുമുണ്ട് അവിടെ. അപ്പൊ ആ ക്ഷേത്രത്തിലെ തൃക്കോവിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. അദ്ദേഹത്തിന്റെ പത്നിയും അവിടെ ഒരു ചെറിയ ജോലികൾ ചെയ്തു വന്നിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്കെത്തും, പൂജകളൊക്കെ കഴിച്ചിട്ട്. നവാവരണ പൂജയൊക്കെ അവിടെ നടക്കാറുണ്ട്. കാരണം അവിടെ അമാവാസിക്കും പൗർണമിക്കും ഒക്കെ നവാവരണ പൂജയുണ്ട്. അപ്പൊ ആ ഒരു അർദ്ധയാമ പൂജ, നവാവരണമൊക്കെ തീരുമ്പോ രാത്രി 12 മണിയാവും. അപ്പോ ആ പൂജയ്ക്ക് ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് തിരിച്ചു പോകുന്നത്. ഒരു ദിവസം അർദ്ധയാമ പൂജ സമയത്ത് ആ ഒരു ഡ്യൂട്ടി വരദന് എന്താ പറയാ, ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞു. പക്ഷെ ഭാര്യയ്ക്ക് എന്താ പറയാ, അന്ന് രാത്രി വരെ നിൽക്കേണ്ട ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, മണ്ഡപത്തിൽ ഇരിക്കൂ നിങ്ങള്, ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോകാം, രാത്രിയല്ലേ, അതുകൊണ്ട് അങ്ങ് അവിടെ പോയി വിശ്രമിക്കൂ. കാരണം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി മണ്ഡപത്തിൽ വിശ്രമിച്ചു. അപ്പോ ഭാര്യയ്ക്ക് ഈ നവാവരണ പൂജ കഴിഞ്ഞ് മണ്ഡപമൊക്കെ വൃത്തിയാക്കണം, ശ്രീചക്രമൊക്കെ എടുത്ത് അകത്ത് വെക്കണം, ആ ജോലികളെല്ലാം കഴിഞ്ഞ് പോകാൻ സമയത്ത് ഞാൻ അങ്ങയെ വന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരദൻ മണ്ഡപത്തില് ആ ഒരു വെളിച്ചത്തിൽ നിന്ന് മാറി, താൻ ഇരിക്കുന്നോണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരണ്ടാന്ന് പറഞ്ഞ് ആ വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് മാറി ഒരു സ്ഥലത്ത്, ആ കുറച്ച് എന്താ പറയാ, ആ ഒരു ഇരുട്ട് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് മാറിയിരുന്നു. ക്ഷീണം കൊണ്ട് അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്താണ്, ക്ഷീണം കൊണ്ട് കണ്ണടഞ്ഞു പോയി. അപ്പൊ അർദ്ധയാമ പൂജ കഴിഞ്ഞ് ഭാര്യ വന്ന് നോക്കി. അപ്പൊ അവിടെയെല്ലാം നോക്കിയപ്പോ അദ്ദേഹത്തെ മണ്ഡപത്തിൽ കണ്ടില്ല. കാരണം എന്താ? അവിടെ ഒരു ചെറിയ ഇരുട്ടത്തോട്ട് മാറിയിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടില്ല. ഈ ഭാര്യ വിചാരിച്ചു എന്താണ്, വീടടുത്തായത് കാരണം അദ്ദേഹം പോയി കാണും, ഇവിടെ ഇരുന്ന് എന്നെ കാണാത്തോണ്ട് മുഷിഞ്ഞിട്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ച്, വീടടുത്തല്ലേ, അങ്ങനെ പോയിരിക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ഭാര്യ വീട്ടിലേക്ക് പോയി. ഈ വരദൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ മണ്ഡപത്തിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇദ്ദേഹം ആ ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിയത് അറിഞ്ഞില്ല. സമയം അർദ്ധരാത്രിയോടടുത്തു. അങ്ങനെ വരുന്ന സമയത്ത് ആരും, നമ്മള് ശ്രീകോവില് അടച്ചു കഴിഞ്ഞാല് ആ ഒരു മണ്ഡപത്തില്, അതായത് നമ്മുടെ ചുറ്റമ്പലത്തിലൊന്നും ആരും സാധാരണഗതിയിൽ ഇരിക്കാറില്ല. മണ്ഡപത്തിൽ ഇരിക്കുന്നത് പോലും എല്ലാരെയും പുറത്താക്കിയിട്ടാണ് ഗേറ്റ് അടയ്ക്കുക. അപ്പൊ ആ മണ്ഡപത്തിന്റെ വെളിച്ചത്തില് വേറൊരു ദേവീ ഉപാസകൻ ദേവിയെ കുറിച്ചുള്ള മന്ത്രങ്ങളൊക്കെ ശ്രദ്ധയോടെ ഉച്ചത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ആ ഇരുട്ടത്തോട്ട് മാറിയിരിക്കുന്നു. ആ ജപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഉയർന്ന ഒരു ദേവി ഉപാസകനാണ്. അദ്ദേഹത്തിന് എല്ലാ മന്ത്രങ്ങളും അറിയാം. പഞ്ചദശി മുതൽ ഷോഡശി വരെ എല്ലാ മന്ത്രങ്ങളും അറിയും എന്നുള്ള ഒരു ഈഗോ ഉള്ളില്. അപ്പൊ ആ ഒരു ഇതിലോടുകൂടി ഉറച്ച് ജപിക്കുക. കാരണം അവിടെ ദേവി അകത്തിരിക്കുന്ന ശ്രീകോവിലി കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം രാത്രി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം മറ്റേ രാപ്പകല് ദേവി മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരാളുമായിരുന്നു ഇദ്ദേഹം. അപ്പോൾ എന്താ, നോൺ സ്റ്റോപ്പായിട്ട്
ഇങ്ങനെ ജപിക്കുന്ന മന്ത്രങ്ങളുടെ ശബ്ദം മാത്രം അവിടെ കേട്ടുകൊണ്ടിരുന്നു. കാരണം നിർത്തുന്നില്ല. പൂജാരിയൊക്കെ നടയടച്ചിട്ട് പോയി. അപ്പൊ ഇത് കേട്ടാണ് ഈ വരദൻ ഉറങ്ങിപ്പോയത്. കാരണം ഇദ്ദേഹത്തിന് മന്ത്രങ്ങളൊന്നും അറിയില്ല. അവിടെ പോയി ജോലിക്ക് വരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. ഇത് കേട്ട് ഉറങ്ങി. അങ്ങനെ യാമ സമയത്ത് ആ മണ്ഡപത്തില് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വരികയാണ്. ചുവന്ന പട്ട് പാവാടയൊക്കെ ധരിച്ച്, കാലില് സ്വർണ്ണ പാദസരങ്ങളൊക്കെ ധരിച്ച്, കൊച്ചുകുട്ടികൾ വരുമ്പോ ഒരുമാതിരി കൊഞ്ചി നടന്നു വരുന്ന ശബ്ദം, ചിൽ 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 എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കാം. എവിടുന്നോ പടി കയറി ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ എന്താ പറയാ സന്തോഷത്തിൽ ഇങ്ങനെ ആ പട്ട് പാവാടയൊക്കെ ഇട്ട് വരണം നമ്മുടെ മനസ്സിൽ കാണാം അല്ലെ. അപ്പൊ അതുപോലെ ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ ആ ശബ്ദമുണ്ടാക്കി നടന്നു വരുന്നു. അപ്പൊ ശബ്ദം കേട്ട് വരദൻ ചെറുതായിട്ട് കണ്ണു തുറക്കാൻ ശ്രമിച്ചു. ഇത് എവിടുന്ന ഈ ശബ്ദം? നേരത്തെ മന്ത്രജപം, ഇപ്പോഴും മന്ത്രജപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി നടന്ന് പോകുന്നത് ഒരു പാതി, അതായത് ഇദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. ഇദ്ദേഹം കണ്ണു തുറക്കാൻ ശ്രമിച്ചു, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങനെയാണല്ലേ, വളരെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാല് കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇദ്ദേഹം ഒരു പാതി മയക്കത്തിൽ കണ്ണിങ്ങനെ ശ്രമപ്പെട്ട് തുറന്നപ്പോ ഒരു മിന്നായം പോലെ കണ്ടു. എന്തോ ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് തോന്നി. കണ്ടു എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഉറക്കത്തിന്റെ ആധിക്യം കൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അപ്പോ ആ ഒരു എന്താ പറയാ തൂണിൽ ചാരി ഇരിക്കുകയായിരുന്നു ഇദ്ദേഹം. വീണ്ടും ഇദ്ദേഹം തൂണിൽ ഇങ്ങനെ ചാരി ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. കാരണം ഒരു ഉണർന്നു വരാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഈ കുട്ടി നേരെ എന്താ പറയാ കണ്ണടച്ച് ഉഗ്രമായിട്ട് ജപം ചെയ്തുകൊണ്ടിരിക്കുക. രാവും പകലും ജപം മാത്രം. ഈ ജപം ചെയ്തുകൊണ്ടിരുന്ന ആളിന്റെ തോളിൽ പോയി തട്ടി വിളിച്ചു അല്ലെ. ഇങ്ങനെ തോളി തട്ടി. ഇദ്ദേഹം കണ്ണു തുറന്നു നോക്കി. ഒരു 3 വയസ്സ് പ്രായം തോന്നുന്ന അതിസുന്ദരിയായിട്ടൊരു പെൺകുട്ടി. അപ്പൊ ഇത് എന്താ പറയാ ഇത് എങ്ങനെ വന്നു എന്നോ ഈ രാത്രി എന്തിനു വന്നു ഇതൊന്നും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ഇദ്ദേഹം മന്ത്രജപത്തിൽ അങ്ങനെ മുഴുകിയിരിക്കാണ്. കാരണം ദേവിയെ പ്രീതിപ്പെടുത്തണമല്ലോ. അപ്പൊ ഈ കുട്ടി ഒരു കൊച്ചുകുട്ടി, നമ്മളാണെങ്കിൽ അയ്യോ രാത്രിയല്ലേ ഇത് എവിടുന്ന് വന്നു എന്നൊക്കെ ചിന്തിക്കും. ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഈ കുട്ടി വന്നിങ്ങനെ തട്ടി വിളിച്ചപ്പോ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് പോ എന്ന് പറഞ്ഞു. നമ്മൾ പറയില്ലേ ശല്യപ്പെടുത്താതെ, എന്താണിത്, ഞാൻ ജപിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, പോ എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പിടിച്ചിങ്ങനെ തട്ടി. ഈ ജപത്തിൽ ഭംഗം വരുത്തിയ ഒരു ദേഷ്യം അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? കൊച്ചുകുട്ടികൾ അങ്ങനെയാണല്ലേ, ദേഷ്യത്തിൽ പറയണമെന്ന് മനസ്സിലാവില്ല. ഈ കുഞ്ഞ് പിന്നെയും ചെന്നിട്ട് അദ്ദേഹത്തിന്റെ പുറത്ത് തട്ടുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ദേഷ്യം വന്നു. എന്നിട്ട് ചോദിച്ചു, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്, എന്തിനാ നീ ഇങ്ങനെ ഇവിടെ എന്നെ ശല്യപ്പെടുത്തുന്നത്, പോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. അദ്ദേഹം കരുതിയത് തന്റെ മഹാമന്ത്രങ്ങളെ കൊണ്ട് ദേവിയെ അതായത് ഉരുക്കി ഞാനിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണോ, എന്റെ ഈ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അമ്മ അവിടെ കേട്ടോണ്ടിരിക്കണോ, അതിൽ എന്തെങ്കിലും പാകപ്പഴ വന്നാൽ എനിക്ക് കിട്ടാനുള്ള അനുഗ്രഹമൊക്കെ കുറഞ്ഞു പോയെങ്കിലോ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാള് എന്താ പറയാ ആരും അറിയാത്ത ഒരു പെൺകുട്ടി വന്ന് ചുമ്മാ അതിന് തടസ്സം ചെയ്യണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ദേഷ്യം. തൊഴാൻ വന്ന ഏതോ കുട്ടികളുടെ ആരോ എന്താ പറയാ വിട്ടുപോയതായിരിക്കും കൊണ്ടുപോകാൻ. കൊച്ചുകുട്ടികളല്ലാതെ വരില്ലല്ലോ. അച്ഛനമ്മമാർ ഇവിടെ ആക്കി അമ്പലത്തിൽ പോയി ഏതോ ഒരു കുട്ടി നോക്കണേ ഞാൻ ഇത്രയും ജപിച്ചുകൊണ്ടിരുന്ന അതിന്റെ കണ്ടിന്യൂറ്റി എല്ലാം പോയി എന്ന് പറഞ്ഞൊക്കെ അങ്ങ് ദേഷ്യത്തില് വല്ലാത്ത വിഷമം തോന്നി. ഈ കുട്ടി ഇത് എവിടുന്ന് വന്നു അല്ലെ, അത് ഈ തടസ്സം ചെയ്യുന്നത് എന്താണ്, തൊഴാൻ വന്ന ഈ കുട്ടി എങ്ങനെ ഈ വഴിതെറ്റിയതായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് എന്താ പറയാ അതിനെ വീണ്ടും പോയി 2-3 പ്രാവശ്യമാണ് ഇദ്ദേഹം പറയണ പോന്ന്. കാരണം എന്റെ അടുത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞ് വിരട്ടി വിടുകയാണ്. കൊച്ചുകുട്ടിയല്ലേ, അത് എന്ത് ചെയ്തു, അതങ്ങ് പോയി. 2 പ്രാവശ്യം എന്താ പറയാ 2 പ്രാവശ്യം തട്ടി. ക്ഷമയോടെ നിന്നു കൊച്ചുകുട്ടി ആയതുകൊണ്ട്. 3-മത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടി എന്ത് ചെയ്തു, ശരി ഞാൻ പോണു പറഞ്ഞിട്ട് നീ പോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി തിരിഞ്ഞു നടക്കുകയാണ്. കാരണം പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞിനോടാണെങ്കിലും ദേഷ്യം വരും. 3-മത്തെ പ്രാവശ്യം വിളിച്ചു, ഇനി ഞാൻ വിളിക്കില്ല, ഞാൻ നിന്നെ നീ വിളിച്ചോണ്ടിരിക്കുന്ന ആളാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ ഈ കൊച്ചുകുട്ടി തിരിച്ചു പറയാണ്, ഇനി എന്നെ പോന്ന് പറഞ്ഞെങ്കിൽ എന്താ, നീ പോ എന്ന്. കൊച്ചുകുട്ടികൾ അങ്ങനെ പറയില്ലേ, നീ പോന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോവാണ്, തിരിഞ്ഞു നടന്നു. അപ്പോ എന്ത് ചെയ്തു, എന്താ പറയാ ആ കുട്ടി അങ്ങോട്ട് പോണ വഴിയിൽ തൂണിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന ഒരാളെ കാണുന്നു. ഈ വരദൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആടി ഉറങ്ങുകയാണ്. കാരണം അത് ആടി താഴെ വീഴും, പിന്നെയും നേരെയിരിക്കും, പിന്നെയും തൂണിച്ചാരിയിരിക്കും, ഉറക്കം കൊണ്ട് താഴോട്ട് വീഴുന്ന കണ്ട്. ഇതേ നോക്കി ഈ കുട്ടി ഇടുപ്പിലൊക്കെ കൈവച്ച് നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ കുറച്ചു നേരം നിന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഊഞ്ഞാൽ ആടുന്ന പോലെ ഉറങ്ങുന്ന കണ്ടിട്ട് ഈ കുട്ടി സന്തോഷത്തോടെ, കുട്ടികൾക്കും ഇതൊരു രസമാണ് അല്ലേ. ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇതെല്ലാം നോക്കി നിന്നിട്ട് വിളിച്ചു, വരദ വരദ എന്ന് 2 പ്രാവശ്യം വിളിച്ചു. അപ്പൊ ഉറക്കത്തില് ഇദ്ദേഹം കേൾക്കുന്നില്ല. ഒരു ചെറിയ ശബ്ദം പോലെ എന്തോ കേട്ട വരദൻ എന്ത് ചെയ്തു, കണ്ണ് തുറക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ തുറക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടിയാണെങ്കിൽ വായിൽ എന്തോ ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, വരദ വാ തുറക്ക എന്ന് പറയുക. അപ്പൊ പാതി മിഴിയിലൂടെ ആണെങ്കിലും ആ കൊച്ചു കുഞ്ഞിന്റെ എവിടെ നിന്നോ ഒരു വല്ലാത്ത വാത്സല്യം,
ഒരു ഹൃദയത്തില് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചെറിയ പാതി മയക്കത്തിൽ കണ്ട ഒരു ഷാഡോ പോലെ കണ്ടേ ഉള്ളൂ. പക്ഷെ എന്തോ എന്നറിയില്ല, മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നു, ഒരു ഭയങ്കര സ്നേഹം തോന്നുന്നു. അപ്പൊ കുഞ്ഞ് പറയാണ്, ഭരത വാ തുറക്കുമെന്ന് പറയാ. അപ്പൊ കൊച്ചു കുഞ്ഞിനെ എവിടെ ആ ഒരു അതീവ വാത്സല്യത്തോടെ ഒന്ന് പകുതി കണ്ണു തുറന്നൊന്ന് നോക്കുകയാണ്. എന്നിട്ട് വാ തുറന്നു പിടിച്ചു. എന്താണ്, ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാണ്. എന്താണ് ചെയ്യണമെന്ന് പോലും ഇദ്ദേഹത്തിന്റെ ഉറക്കത്തിന് അറിയില്ല. അപ്പൊ തന്റെ വായില് ചവച്ചുകൊണ്ടിരുന്ന താമ്പൂലത്തെ വരദന്റെ വായിൽ ഇട്ടിട്ട് കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി പോവുകയാണ്. ആ കൊലുസിന്റെ ശബ്ദം അതിങ്ങനെ അകന്നകന്ന് പോകുന്നത് ഏതോ ഒരു ജന്മത്തിൽ കേട്ട പോലെ വരദൻ ഇങ്ങനെ ചാരി കിടന്ന് കേൾക്കുകയാണ്. താൻ വാ തുറന്ന് പിടിച്ചതും എല്ലാം ഒരു സ്വപ്നത്തിൽ സംഭവിച്ച പോലെ ഇദ്ദേഹത്തിന്റെ വായില് എന്താണോ കുഞ്ഞിന്റെ വായിൽ കിടന്നത് അത് ഇട്ടിട്ട് കുട്ടിയുടെ ചെലമ്പ് ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് കേട്ടു. അതും സ്വപ്നമാണെന്ന് വിചാരിച്ചു. ഒന്നും കാണാൻ സാധിച്ചില്ല വരദന്. ആ അഖിലാണ്ടേശ്വരി എന്ത് ചെയ്തു, തന്റെ ഗർഭഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു. അതേപോലെ ആ ഒരു പിറ്റേ ദിവസം രാവിലെ തന്റെ ഭർത്താവിനെ വീട്ടിൽ കാണാതെ എന്ത് ചെയ്തു, ആ എവിടെ പോയി, വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഇല്ല. ഈ വരദൻ എന്ന് പറയുന്ന ആളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ രാവിലെ തന്നെ വന്നു. എന്താ, അയ്യോ എവിടെ പോയി, ഇനി ഇതിനകത്ത് അമ്പലത്തിനകത്ത് വല്ലതും ആയിപ്പോയോ നോക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ അവിടെ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഇദ്ദേഹം അവിടെ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭർത്താവിനോട്. ഞാൻ രാത്രി പോയല്ലോ, നിങ്ങൾ ഇവിടെ എല്ലാം നോക്കി, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇദ്ദേഹം വേറൊരു ലോകത്ത്, ഒരു സ്വപ്ന ലോകത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഒന്നും മിണ്ടുന്നില്ല. എന്തോ ഇദ്ദേഹത്തിന് ഒരു മാറ്റം വന്നതുപോലെ തോന്നി ഭാര്യയ്ക്ക്. അപ്പൊ എന്തോ വായിൽ നിന്ന് എന്താ പറയാ, എന്തോ ചവച്ചിരിക്കണം, ചുണ്ടൊക്കെ ചുവന്നിരിക്കണം, എന്തോ വായിൽ ഇദ്ദേഹം രാത്രി ഭക്ഷണം കഴിച്ചായിരിക്കും. ഈ ഭാര്യയ്ക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ എന്താ പറയാ, എന്തോ ഒരു മാറ്റം സംഭവിച്ചോലെ തോന്നി. ചോദിച്ചതിനൊന്നും ഉത്തരം പറയണില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു, ആ മണ്ഡപത്തിൽ നിന്ന് നേരെ എഴുക്കുകയാണ്. ആ എണീറ്റ് ദേവിയുടെ അങ്ങ് പുറകില്, കാരണം നടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ആ മണ്ഡപത്തിന്റെ ഏറ്റവും അവസാനത്ത് നിന്നാലും ദേവി അങ്ങ് ഉള്ളിൽ കാണാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കൈ കൂപ്പിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ വരാൻ തുടങ്ങി. ക്ഷേത്രത്തിൽ വൃത്തിയാക്കുന്ന ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇദ്ദേഹം എന്താണ്, വാ തുറന്ന് ഈ ചോദ്യങ്ങൾക്കൊന്നും, ഭാര്യ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം വാ തുറന്ന് പെരുമഴ പെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ദേവിയെ കുറിച്ചുള്ള സ്തുതി ഗീതങ്ങൾ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒഴുകുകയാണ്. മേഘത്തിൽ നിന്ന് ഇടതടവില്ലാത്ത ജലപ്രവാഹം പോലെ അമ്മയെ കണ്ണുനീരിലൂടെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട്, എന്ത് സ്തുതികളാണെന്ന് ചോദിച്ചാൽ അത് ആർക്കും കേട്ട് എഴുതാൻ പോലും പറ്റാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെരുമഴ, നമ്മൾ പറയില്ലേ പെരുമഴ പെയ്തു തോർന്നു, അതുപോലെ ഇങ്ങനെ എന്താ പറയാ, ദേവിയെ കുറിച്ചുള്ള ദേവിയുടെ കേശാതിപാത വർണ്ണനയാണോ, എന്തൊക്കെയാണ് പറയുന്നത്, അമ്മയുടെ കരുണയാണോ, കണ്ണിക്കൂടെ ധാരധാരയായിട്ട് കണ്ണുനീര് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാളമേഘം പോലെ, കാളമേഘം എന്ന് പറഞ്ഞ തമിഴില് ആ ഒരു അതിഭീകരമായിട്ട് പെയ്യുന്ന മഴ, ആ മേഘത്തിൽ നിന്ന് ഇങ്ങനെ കൊട്ടുക എന്ന് പറയില്ലേ, അതുപോലെ ജലം പോലെ ഇദ്ദേഹത്തിന് ആ ഒരു വായിൽ നിന്ന് വരുന്ന പ്രവാഹം, കവിത ദേവിയെ കുറിച്ച്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് കാളമേഘം എന്നുള്ള പേര് കിട്ടുകയാണ്. ഭരതൻ എങ്ങനെ കാളമേഘമായി, മഹാകവി കാളിദാസൻ അല്ലെ, ആ കാളിദാസൻ മഹാകവി കാളിദാസനായി. അപ്പൊ ആ മഹാകവികളായിരിക്കുന്ന കാളമേഘം അപ്പൊ അനുഗ്രഹം കൊടുത്തത് ഇതേ അഖിലാണ്ടേശ്വരിയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ദേവി എന്താ പറയാ, ആ ഒരുപാട് മന്ത്രം ജപിച്ച വ്യക്തിക്ക് അല്ല കൊടുത്തത്. കാരണം വിളിച്ചിട്ട് തന്റെ കോൺസെൻട്രേഷനും താൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹംഭാവത്തോടെ ഇരുന്ന ആളിനെ ആ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല, വിളിച്ചു നോക്കി. പക്ഷെ ആ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തെ വിട്ടിട്ട് ഈ പാവപ്പെട്ട വരദന് എന്താണ് കൊടുക്കേണ്ടത്, ആ അർഹിച്ചത്, ആ ഒരു എന്താ പറയാ നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സില് അദ്ദേഹം വേണ്ടത് അമ്മയുടെ ഒരു ചെറിയ താമ്പൂലം, കൊച്ചു കുഞ്ഞു വായിലിട്ട് ചവച്ച താമ്പൂലത്തിന്റെ ഒരു തരിയാണ് ഭരതന്റെ വായിലിട്ടത്. അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്നും തമിഴ്നാട്ടിൽ വളരെ, കാളിദാസന്റെ കവിതകൾ പോലെ തമിഴ്നാട്ടിൽ ഇന്നും പ്രശസ്തമായിരിക്കുന്ന കവിതകളാണ് മഹാകവി കാളമേഘം എന്ന പേരില്. പിന്നെ വരദൻ എന്നുള്ള പേരൊന്നും അദ്ദേഹത്തിന് ഇല്ല. കാരണം എപ്പോഴും 24 മണിക്കൂറും അമ്മയുടെ കവിതകൾ മാത്രം ഇല്ലേ, സംസാരം ഇല്ല. ഈ പറഞ്ഞ ആ ഒരു ഭൗതികമായിട്ടുള്ള പ്രപഞ്ചമില്ല അദ്ദേഹത്തിന്. എല്ലാം അമ്മ. അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞിട്ട് എത്ര 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 കവിതകളാണ് ആ അമ്മയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. 108, 500, 1000 ഇങ്ങനെയാണ് കവിതാ സമാഹാരങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതാരാണ് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തത്? സാക്ഷാൽ അഖിലാണ്ടേശ്വരി അല്ലേ. അതുപോലെ തന്നെ ഈ കുറച്ചു കാലത്തിന് ശേഷം ട്രിച്ചി എന്ന് പറയുന്ന സംസ്ഥാനത്തില് ഒരു സമ്പ്രതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ തമിഴില് അവരുടെ ആ ഒരു സ്റ്റാറ്റസിന്റെ പേരാണ് സമ്പ്രതി ആയിട്ടിരുന്ന നല്ല പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം
അകാലത്തിൽ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മകനും അത്രയും പാണ്ഡിത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് എന്ത് ചെയ്തു? അച്ഛന്റെ ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കഥ പോലെ വേറൊരു കഥയാണിത്. അപ്പൊ ഒരു അച്ഛന്റെ പദവി മകന് കൊടുത്തു. സമ്പ്രതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത്രയും ഒരു ഉയർന്ന പദവി ഒരു സംസ്ഥാനത്തിന്റെ, ആ സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ഔദ്യോഗിക ഡ്യൂട്ടി ഇദ്ദേഹത്തിനായിരിക്കും. അപ്പൊ ആ സംസ്ഥാനത്തുള്ള കുറച്ചു പേർക്ക് ഇദ്ദേഹത്തിനോട് കുറച്ച് അസൂയയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും വലിയ ഭക്തനായിട്ട് അഖിലാണ്ടേശ്വരിയുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ടായിരിക്കും ഇദ്ദേഹം നടക്കുന്നതും കിടക്കുന്നതും എല്ലാം. അച്ഛൻ മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഈ പദവിയിലൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ ആ പദവി ഇദ്ദേഹത്തിന് കിട്ടി എന്ന് മാത്രം. അതുകൊണ്ട് എന്തായിരുന്നു, ഇദ്ദേഹം അത് എടുത്തു എന്ന് മാത്രം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ജീവിച്ച ആളൊന്നുമല്ല. ഇതെല്ലാം കൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് ഇദ്ദേഹത്തോട് വളരെയധികം അസൂയയുടെ കാരണങ്ങൾ ഇതൊക്കെയാണ് അല്ലെ. അച്ഛൻ മരിച്ചപ്പോ മകൻ ആ പോസ്റ്റ് കിട്ടുക, അപ്പൊ അതിന് വേറെ എന്താ പറയാ, അസൂയ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചിലർ ഇദ്ദേഹത്തെ ഒരു നല്ല മനുഷ്യനായിട്ട് കണ്ടു, ചിലർ ഇദ്ദേഹത്തെ മോശം ആളായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അപ്പൊ രാജാവ് ഇദ്ദേഹത്തിന് നല്ല ഉയർന്ന പദവി കൊടുത്തു, വളരെ ബഹുമാനിച്ചിരുന്ന ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തില് രണ്ട് പ്രധാന സംഭവങ്ങൾ നടന്നതാണ് പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹം ഒരു ദിവസം തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. ഇദ്ദേഹം രാജാവിന്റെ ഇഷ്ട വ്യക്തിയാണ്, ഉയർന്ന സ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ രാജാവ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചിരുന്നു. അപ്പോ സാധാരണ മന്ത്രിമാരുടെ അഭിപ്രായങ്ങളെല്ലാം രാജാവ് ഉൾക്കൊള്ളുന്നതാണല്ലോ. രാജാവിന് ഇദ്ദേഹത്തിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. പലർക്കും അവരവരുടെ കാര്യസാധ്യത്തിനായിട്ട് ഇദ്ദേഹത്തിന്റെ കൂട്ടുകൂടണം എന്നൊക്കെ ഉണ്ട്, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണം അല്ലെ, ത്രൂ സംബടി നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ സാധിക്കാൻ. എന്നാൽ ഇദ്ദേഹം ഇതിനൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം ഇവരെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും രാവിലെ ക്ഷേത്രത്തിൽ പോകും, അഖിലാണ്ടേശ്വരിയുടെ അമ്പലത്തിന്റെ നടയിൽ ചെന്ന് തൊഴും, തിരിച്ചു വരും, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യും, അല്ലാതെ ഒന്നിലും ഇദ്ദേഹത്തെ താല്പര്യമില്ല. അങ്ങനെ ഒരു ദിവസം, ഒരു തണുപ്പുള്ള ഒരു ദിവസം ഇദ്ദേഹം രാവിലെ ഒരു സാധാരണ വേഷം ധരിച്ച് ആ ഒരു തെരുവിലൂടെ നടന്നു പോവുമായിരുന്നു. ആ വസ്ത്രം മോടിയിലൊന്നും അല്ല, കാരണം ഒരു മുഖ്യമന്ത്രി പോകുന്ന പോലെയുള്ള രീതിയിൽ വേഷഭൂഷാദികളോ ഇല്ലെങ്കിൽ കുതിരവണ്ടിയിലോ ഒന്നും അല്ല അദ്ദേഹം പോയത്. ആ തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ ഒരു സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി. അതുകൊണ്ട് റോഡിലുള്ള ആരും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചുമില്ല. അപ്പോ എന്നും തിരുവനൈക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ, തിരുവനൈക്കാവാണ് അഖിലാണ്ടേശ്വരി എന്ന് പറയുന്ന ക്ഷേത്രം, അവിടെ ഇരിക്കുന്ന അമ്മയുടെ പേരാണ് അഖിലാണ്ടേശ്വരി. അപ്പൊ ഈ തിരുവനൈക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇദ്ദേഹം എന്നും രാവിലെ പോയി തൊഴുവായിരുന്നു. അഖിലാണ്ടേശ്വരിയെ കണ്ട് നമസ്കരിക്കും, തന്റെ ജോലിക്ക് പോകും. അങ്ങനെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം തണുപ്പ് കാലത്ത് നിരത്തിലൂടെ പോയ ഇദ്ദേഹത്തിന് ഇവിടെ ഈ പറഞ്ഞ അസൂയുള്ളവർ ഇദ്ദേഹത്തിന്റെ പുറകെ ചെന്നിട്ട് എന്ത് ചെയ്തു, ചുമ്മാ ഇദ്ദേഹത്തെ സോപ്പിടാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഒരു കമ്പിളി പുതപ്പ് കൊടുത്തു. കാരണം എന്തിനാ ഈ തണുത്ത ഇതിൽ ഇത്രയും വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ എന്താ ഇങ്ങനെ നടന്നു പോകുന്നത്, തണുപ്പില്ലേ പുതയ്ക്കൂ എന്നൊക്കെ പറഞ്ഞ് അവര് സ്നേഹം ഭാവിച്ച് അവരെല്ലാവരും കൂടെ വാങ്ങിച്ച ഒരു പുതപ്പ് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹത്തിന് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു പ്രമുഖ പദവിയിൽ ഇരിക്കുന്ന ആളുകളെ അല്ലേ, അങ്ങനെയൊക്കെ എന്താ പറയാ, നമ്മള് ഇങ്ങനെ ഒന്നും നടക്കരുത്, നിങ്ങൾ കമ്പിളി പുതപ്പൊക്കെ പുതച്ചു പോണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ ഇങ്ങനെ പുതപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വഴിയിൽ നിർത്തി വളരെ സ്നേഹം ഉള്ളതുപോലെ അഭിനയിച്ചിട്ടാണ് ഈ പുതപ്പ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അദ്ദേഹം ഞങ്ങൾ കൊടുത്തത് എന്താ പറയാ സ്വീകരിച്ചല്ലോ എന്നൊരു അഹംഭാവത്തോടു കൂടി അവർക്ക് സന്തോഷമായി. സാധാരണ ഇദ്ദേഹം ഒന്നും ആരുടെയൊന്നും മേടിക്കാറില്ല, മേടിച്ചു. ഇദ്ദേഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ അമ്മ മാത്രമാണ്. അപ്പൊ ഇദ്ദേഹം തന്നു, ഓക്കെ, അതിങ്ങനെ പൊതിച്ചു പോയി. അപ്പൊ പിറ്റേ ദിവസം അതേ ആ സമയത്ത് ആ വഴിയിലൂടെ ഇവർ നടന്നു പോയപ്പോ റോഡിന്റെ വശത്തായിട്ട് അവര് കൊടുത്ത പുതപ്പ്, ഒരു കമ്പിളി പുതപ്പ് കിടക്കുന്ന കണ്ടിട്ട് അവര് അവിടെ നിന്ന്, അതായത് പരിശോധിച്ചു, ഇത് ഞങ്ങള് ഇന്നലെ ഇദ്ദേഹത്തിന് കൊടുത്ത പുതപ്പാണല്ലോ, എങ്ങനെയാണ് ഈ വഴിവക്കിൽ വന്നത് എന്ന് അവര് നോക്കി. അവിടെ എല്ലാം ഇതെങ്ങനെ ഇത് സംഭവിച്ചു, കാരണം അവർക്ക് വാങ്ങിച്ച പുതപ്പ് എന്താ അടയാളം എല്ലാം അറിയാം, നല്ല കൂടിയ പുതപ്പാണ്. അപ്പൊ അത് തലേ ദിവസം ഇദ്ദേഹത്തിനെ പുതപ്പിച്ചതാണല്ലോ, ഈ കമ്പിളിയാണ് ഇത്, ഇദ്ദേഹം അപ്പൊ ഇവിടെ കളഞ്ഞിട്ട് പോയതാണോ, ഇതെന്താണ് ഇതിന്റെ പുറകിൽ രഹസ്യം എന്നറിയാൻ, ഇതിനെ ആരാണ് പുതച്ചിരിക്കുന്നത്, ആർക്കാണ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോ വളരെ ദിവസമായിട്ട് വഴിയോരത്ത് ചുരുണ്ട് കിടക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ഈ പുതപ്പ് പുതച്ച് കിടന്നിരുന്നത്. ആ പെൺകുട്ടി നിലത്ത് കിടക്കുകയാണ്. ആ കുട്ടി പുതച്ചിരുന്നു. ആ പുതപ്പിന്റെ പുറം കണ്ടപ്പോ അത് റോഡിൽ കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ചെന്ന് നോക്കിയപ്പോ അതൊരു പെൺകുട്ടി പുതച്ച് കിടക്കുകയാണ് കണ്ടത്. അപ്പൊ ആ സമ്പ്രതിക്ക് കൊടുത്ത കമ്പിളി പുതപ്പ് എങ്ങനെയാണ് ഒരു പെൺകുട്ടി പുതച്ചുകൊണ്ട് ആ തണുപ്പില് ആശ്വാസത്തോടെ ആ കുട്ടി കിടക്കുകയാണ്, അങ്ങനെ സന്തോഷത്തില് തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ എന്താ പറയാ, ഇവർക്ക് ഭയങ്കരമായിട്ട് കോപം തോന്നി. കാരണം ആ ഒരു വിലയുള്ള കമ്പിളി പുതപ്പ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾക്ക് കൊണ്ട് പുതച്ചത് അദ്ദേഹം നിസാരനായിട്ട് തെരുവിൽ കിടന്ന ഉറങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുത്തല്ലോ. ഇതിൽ വളരെയധികം അവര് കോപം ഉണ്ടായി. അവര് രാജാവിന്റെ മുന്നിൽ ചെന്ന് പരാതിയുമായിട്ട്, നിങ്ങളുടെ സമ്പ്രതി നല്ല സ്വഭാവമുള്ള ആളല്ല,
ആ വേണ്ടാത്ത ബന്ധങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നുള്ള കംപ്ലൈന്റ്. കാരണം ഒരു പെൺകുട്ടിക്ക് കൊടുത്തു, അവരുടനെ ആ കണ്ണിലൂടെയാണ് കണ്ടത്. അവര് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു. ഇത് കേട്ട് രാജാവ് സമ്പ്രതിയെ വിളിച്ചു. എന്താണ് നടന്നതെന്ന് ചോദിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവരോട് കാര്യം വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ സമ്പ്രതി പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി റോഡരികില് തണുപ്പില് വിറച്ചിരിക്കുന്ന കണ്ടു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടിയല്ല കണ്ടത്, ഞാൻ കണ്ടത് അഖിലാണ്ടേശ്വരി ഇരിക്കണു. എന്റെ ആ അമ്മയാണ് ഈ കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നത്. ആ അമ്മയ്ക്ക് തണുക്കണല്ലോ, വിറയ്ക്കുന്നത് കണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ കമ്പിളി ഞാൻ തന്നതും എനിക്ക് അത് അതിന്റെ വിലയോ ആരാണ് തന്നതെന്ന് ഒന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ തോളിൽ കൊണ്ടിട്ടു. ഈ കുട്ടി അഖിലാണ്ടേശ്വരി അമ്പലത്തിനകത്തിരിക്കുന്നതല്ല അമ്മ, ഈ തെരുവിലും അമ്മയാണ് ഇരിക്കണമെന്ന് കണ്ടിട്ട് ഞാൻ ആ പുതപ്പ് കൊടുത്തതാണ്. അമ്മ അഖിലാണ്ടേശ്വരി ഇതാ പുതയ്ക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പുതപ്പ് കൊടുത്തു. ഇത്ര മാത്രമേ എനിക്കറിയാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കൊടുത്തിട്ട് പോയ പുതപ്പ് അതാണ്. അപ്പൊ എങ്ങനെയുള്ള ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഈ രാജാവിന് ഇത് മനസ്സിലായി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയുന്ന, റോഡിൽ കാണുന്ന ഒരു സ്ത്രീയും അമ്പലത്തിനകത്ത് പൂജിക്കുന്നതും എല്ലാം അഖിലാണ്ടേശ്വരിയാണ്. ആ എല്ലാറ്റിലും അമ്മയെ കണ്ടിട്ടാണ് അദ്ദേഹം ചെയ്തത്. അഖിലാണ്ടേശ്വരി ആയിരിക്കുന്ന ജഗദംബിക എങ്ങനെയാണ് തന്റെ ഭക്തരെ രക്ഷിക്കുന്ന ഇതിന്റെ കൂടെ വരുന്ന അടുത്ത സംഭവം വെളിപ്പെടുത്തുകയാണ്. കാരണം എന്താണ് ഇതിന്റെ ബാക്കി കഥ എന്ന് പറഞ്ഞാൽ, രാജാവ് കാലചക്രത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. അദ്ദേഹത്തിന്റെ പത്നി രാജ്ഞിയായിട്ട് ഭരണം തുടരുന്നു. സമ്പ്രതിയെ മാറ്റിയിട്ടില്ല. കാരണം എന്താ, രാജ്ഞിക്ക് ഒന്നും അറിയില്ല. രാജാവ് പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പൊ രാജ്ഞിക്ക് ഈ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഈ സമ്പ്രതി, ഈ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ അറിയുന്ന സമ്പ്രതി തന്നെ കാര്യങ്ങൾ നടത്തട്ടെ എന്ന് തീരുമാനിച്ച് അങ്ങനെ ഭരണം നല്ലതായിട്ട് നടന്നു പോണു. അപ്പോഴും ചിലര് രാജ്ഞിയെ കണ്ട് ഈ ഇദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത അസൂയ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കും. മോശം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ രാജാവ് തങ്ങൾ പറയുന്നൊന്നും കേൾക്കാറില്ല. ഇനി ഇദ്ദേഹത്തിന്റെ ഭാര്യ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഏതു നേരം അഖിലാണ്ടേശ്വരി എന്ന് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. അമ്പലത്തിൽ പോകണം, ഭക്തിയോടെ ആ ഒരു ഭക്തിയായിട്ട് പോയി തൊഴുക, തിരിച്ചു വരിക. ഇതൊക്കെ വെറും പ്രകടനമാണ്, ഇദ്ദേഹം കള്ളം കാണിക്കുകയാണെന്നൊക്കെയാണ് ഇവര് ഈ രാജ്ഞിയോട് പറഞ്ഞത്. കാരണം രാജാവിനെ പോലെ ലോക വിവരം രാജ്ഞിക്കില്ല, അല്ലെ? അപ്പൊ അന്ന് ഈ രാജ്ഞിക്ക് ചില വിഷമഘട്ടങ്ങളിലൂടെയാണ് അന്ന് രാജ്യം കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം രാജ്യത്തെ ആക്രമിക്കാനായിട്ട് അയൽ സംസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമായിരുന്നു. ആ ഘട്ടത്തിലൂടെ എന്താ പറയാ, ആ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അതായത് ആ ഒരു ട്രിച്ചിയെ, പല സംസ്ഥാനങ്ങളുടെ കുറച്ചു ഭാഗം ആ ഒരു ശിവഗംഗ എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേറ്റ് ആ സംസ്ഥാനത്തിൽ ചേർന്നതാണൊക്കെ പറഞ്ഞ് ഒരു അതിർത്തി തർക്കമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ സമ്പ്രതി അതിന്റെ എത്ര ഭാഗം ഇവിടെ ചേരും, എത്ര ഭാഗം മറ്റേ സംസ്ഥാനത്തുള്ളതാണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതെല്ലാം കള്ളമാണെന്ന് ഒരു കൂട്ടര് പറഞ്ഞു, ബാധിച്ചു. കാരണം സമ്പ്രതി മറ്റേ സംസ്ഥാനത്തിന് സ്ഥലം കൂടെ, അതായത് നമ്മുടെ അതിര് തർക്കം എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ സംസ്ഥാനത്തല്ല, അത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ഇതെല്ലാം ഇങ്ങേര് ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അസൂയുള്ളവര് കുറെ കഥകളൊക്കെ ഉണ്ടാക്കി. ഇദ്ദേഹം എന്താ പറയാ, രാജ്ഞിയോട് ചെന്ന് ഇവർ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. കാരണം എപ്പോഴും നമുക്കറിയാം, നമ്മള് ചില കാര്യങ്ങൾക്ക് ഈൽഡ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ബാക്കിയുള്ളവരുണ്ടാക്കും. ഇവര് ചെന്ന് രാജ്ഞിയോട് സ്ഥിരം ഇദ്ദേഹത്തെ കുറിച്ച് കുറെ കള്ളങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിന് രേഖകളൊന്നും കിട്ടാനില്ലായിരുന്നു. കാരണം നമുക്ക് എല്ലാത്തിനും അളർന്ന് തിരിച്ച് പ്രമാണവും രേഖകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രേഖകളൊക്കെ പഴയ കാലമായതുകൊണ്ട് രാജാവും മരിച്ചുപോയി, ഇത് എവിടെയാണ് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം, ഒരു പൗർണമി ദിവസം സന്ധ്യക്ക് കൊട്ടാരത്തിന്റെ പെട്ടിയില് ആ ഒരു രേഖ അടങ്ങിയിട്ടുള്ള ഒരു ഓല ഈ രാജ്ഞിക്ക് കിട്ടുകയാണ്. കാരണം രാജാവ് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആ കളഞ്ഞു പോയിരിക്കുന്ന ഓല, അങ്ങനെ ഒരു ദിവസം ആ ഒരു പൗർണമി ദിവസം ഈ അമ്മ ഇങ്ങനെ രാജ്ഞി നോക്കി വന്നപ്പോ ഒരു പെട്ടിക്കകത്ത് വളരെ സൂക്ഷിച്ചു, പക്ഷെ പഴയതായി പൊടിഞ്ഞു തുടങ്ങി, വളരെ ബുദ്ധിമുട്ടാണ് അത് വായിക്കാനൊക്കെ. അപ്പൊ അതിലെ അതിർത്തിയൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാജ്ഞിക്ക് ഭയങ്കര സന്തോഷമായി. രാജ്ഞി സമ്പ്രതിയെ വിളിച്ചു, ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഓലക്കെട്ട് കയ്യിൽ കൊടുത്തു. ഇദ്ദേഹമാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം മനസ്സ് അവിടെയില്ല, ഒരു ശ്രദ്ധയില്ലാതെ, അത് വായിക്കാതെ ഒരു ശ്രദ്ധയുമില്ലാതെ എന്ത് ചെയ്തു, വേറെ എന്തോ ഒരു ചിന്തയിൽ ഇരുന്ന് ആ പഴകിയ ഓലക്കെട്ടിനെ രണ്ട് കൈകൊണ്ടും ഒടിച്ച് താഴെ ഇട്ടിട്ട് നടന്നുപോയി. രാജ്ഞി ഇത് കണ്ട് സ്തബ്ധയായിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ, എപ്പൊ തോന്നി മറ്റുള്ളവർ പറഞ്ഞതിലൊക്കെ എന്തോ സത്യമുണ്ട്, ഇയാൾ ഇത്രയും അഹങ്കാരം എന്തിനാ കാണിച്ച്, എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രേഖ നമുക്ക് കിട്ടിയത്, ഈ രേഖ സന്തോഷത്തോടെ കൊണ്ടുകൊടുത്ത് അതിനെ സൂക്ഷിച്ച് അത് വായിച്ചൊരു മുഖ്യമന്ത്രിയുടെ ജോലി എന്താ, ഇതൊക്കെ അന്വേഷിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ ആ അതിര് കാക്കുക എന്നുള്ളത് അവരുടെ ജോലിയല്ലേ. അത് ഈ കിട്ടുന്ന രേഖ വെച്ചല്ലേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. ആ രേഖയെ ചുരുട്ടിക്കൂട്ടി അത് പൊടിച്ച്, ഒന്നാമത് അത്രയും പഴയത്, അത് പൊടിഞ്ഞു പോവുകയും ചെയ്തു. ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ കാണിച്ചത്? അപ്പൊ ഇത് ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ സത്യം തന്നെ. ഇങ്ങനെ ഭയങ്കര ഒരു അഹങ്കാരി തന്നെയാണ്. ആ ഒരു ഉള്ള രേഖ പോലും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് രാജ്ഞിക്ക് വളരെയധികം സങ്കടം തോന്നി, ദുഃഖിച്ചു.
അങ്ങനെ ഇരുന്നപ്പോ രണ്ട് പൂജാരിമാരെത്തുകയാണ്. രാജ്ഞിയോട് ഒരു വിശേഷ കാര്യം ഉണർത്തിക്കാനാണ് അവർ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു മേൽശാന്തി അയച്ചതാണോ എന്ന് പറഞ്ഞു അവരെ. സാധാരണ എന്തെങ്കിലും വിശേഷ കാര്യങ്ങൾ എവിടെ നടന്നാലും അവര് രാജാവിനെ ഉണർത്തിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു സംഭവമാണ്. അപ്പൊ രാജ്ഞി എന്താണ്, ഒന്നാമത് വളരെ ദുഃഖത്തിലിരിക്കുകയായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്താ ഈ തിരുവനൈക്കാവ് അഖിലാണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ആ സന്ധ്യയ്ക്ക് ഒരു വിശേഷമായിട്ടുള്ള അവിടെ ഒരു വിശേഷം നടന്നു. ആ വിവരം രാജ്ഞിയെ ധരിപ്പിക്കാനായിട്ട് പ്രധാന പൂജാരി ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ രാജ്ഞി ചോദിച്ചു, എന്താണ്, പറയൂ, എന്താ അവിടെ നടന്ന പ്രത്യേക ഒരു സംഭവം? സന്ധ്യയ്ക്ക് പൂജകൾ തുടങ്ങുന്ന സമയമാണ്. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നോക്കിയപ്പോ അതില് എന്താ പറയാ, ദേവിക്ക് ചാർത്തിയിരുന്ന പട്ടുപാവാട, ദേവിയുടെ പടം വിഗ്രഹത്തിനടുത്താണ് വിളക്ക് കത്തിച്ചു വെക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ചാർത്തിയിരുന്ന പട്ടുപാവാട, ആ പട്ടുപാവാടയില് എന്താ പറയാ, ഈ പറയുന്ന വിളക്കിൽ നിന്ന് തീ പടരുന്നതായിട്ട് കണ്ടു. അപ്പൊ എന്താ പറയാ, ദേവിയുടെ കോപമാണോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. സാധാരണ ഒരു അഗ്നിബാധ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇല്ലേ, ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും തീ പിടിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ആപത്ത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും മുൻകൂട്ടി കാണിക്കുകയാണെന്ന് നമുക്ക് പറയാറുണ്ട്. ഇത് എന്താണ്, ഇവരിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് പൂജയ്ക്ക്, അതും പൗർണമി ദിവസം. അമ്മയ്ക്ക് പൂജയ്ക്ക് വിളക്ക് കത്തിച്ചു, അമ്മയുടെ ആ പാവാട, അമ്മ ധരിച്ചിരിക്കുന്ന പട്ടുപാവാടയിൽ ഇതാ തീ പിടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇവർ വിഷമിച്ച് നിന്നത്. എവിടെ നിന്നാണെന്ന് അറിയില്ല. രണ്ട് കൈകള്, ആ രണ്ട് കൈകൾ വന്ന് പാവാട ഇങ്ങനെ ഞരടി തീ അണച്ചിട്ട് എന്താ പറയാ, പിന്നെ ആരെയും അവിടെ കണ്ടിട്ടില്ല. ഒരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷെ അവിടെ വന്ന എല്ലാവരും ഈ കൈകൾ കണ്ടു. ഒരു പുരുഷന്റെ കൈയായിരുന്നു അത്. ഒരു ആണുങ്ങൾ ആയിട്ടിരിക്കുന്ന ഒരാളിന്റെ കൈയാണ് കണ്ടത്. എവിടെ നിന്നാണ് അത് വന്നതെന്നോ, അമ്പലത്തിനകത്ത് ഇത് പ്രവേശിക്കാൻ ആരുമില്ല, ഇല്ല, ആരെങ്കിലും കേറിയാലല്ലേ കൈ കാണുള്ളൂ. എന്നാൽ വേറെ ഒന്നും ആർക്കും കാണാൻ സാധിച്ചില്ല. രണ്ട് കൈകൾ മാത്രം കണ്ടു. ഈ പാവാടയിൽ പറ്റിയ തീ പെട്ടെന്ന് ഇങ്ങനെ ഞരടി പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ട് ആ പാവാട ഇങ്ങനെ തൂത്ത് കളഞ്ഞിട്ട് നേരെ ഇട്ടിട്ട് ആ കൈ അപ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്ന് എല്ലാവരും കണ്ടു. അപ്പൊ ഇതിന് വേറെ തെളിവൊന്നുമില്ല, അവിടെ നിന്നവര് തന്നെയാണ് അല്ലെ. രാജ്ഞി സ്തബ്ധയായിട്ട് നിൽക്കുകയാണ് ഇത് കേട്ടിട്ട്. ഇവിടെ ഓല പൊടിച്ച അതേ സമയത്താണ് ദേവിയുടെ പട്ടുപാവാടയിൽ തീ പിടിച്ചിരിക്കുന്നത്. ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു നിന്നു അല്ലെ. ഈ പറഞ്ഞ അമ്പലത്തിൽ പോവേണ്ട സമയമായി, അവിടെ എന്തൊക്കെ നടക്കും ഇതിങ്ങനെ മനസ്സിൽ ഒരു സിനിമ പോലെ ഇദ്ദേഹം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ എന്താ കണ്ടോണ്ടിരുന്ന് വിളക്ക് കത്തിക്കുന്ന സമയമായി, അമ്മയെ എഴുന്നള്ളിച്ചു, അമ്മയ്ക്ക് പാവാട ചാർത്തി, ഇതെല്ലാം ഇദ്ദേഹം മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഉള്ളതെല്ലാം ഇദ്ദേഹത്തിന് മനസ്സിൽ കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ തീ പിടിച്ചത് കണ്ടത്. ഇത് കയ്യിൽ കൊടുത്തത് ഓലയാണെന്നോ ഒന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിവിടെ ഇല്ല. മനസ്സില്ലാത്തപ്പോ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇദ്ദേഹം ആ രണ്ട് കൈ കൊണ്ടും ഈ ഓലക്കെട്ടിനെ ഇങ്ങനെ ഞരടി ഇട്ടത് ദേവിയുടെ പാവാടയില് ആ തീ അണച്ചതാണ് എന്ന് പെട്ടെന്ന് ഈ രാജ്ഞിക്ക് മനസ്സിലായി. ഇവിടെ ഓല പൊടിച്ച അതേ സമയം ആ പറഞ്ഞതും ഇതുമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. ആ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന സമ്പ്രതി പെട്ടെന്ന് തന്റെ ആ ഒരു കൈ കൊണ്ട് അണച്ചതാണ് ഇല്ലേ. ചില കർമ്മങ്ങൾക്ക് മറുപടിയായിട്ട് സാക്ഷാൽ അഖിലാണ്ടേശ്വരി തന്നെയായിരിക്കും തരുന്നത്, അല്ലാതെ ഇതിനൊന്നും മറുപടിയില്ല. ആ സമ്പ്രതിയാണ് ഇന്ന് തമിഴിലെ ഏറ്റവും പേര് കേട്ട തായ്മാനവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തായ്മാനവർ എന്ന് പറഞ്ഞ ഒരു സിദ്ധനാണ്. അദ്ദേഹത്തെ കുറിച്ച് അനേകം കഥകളും അദ്ദേഹം അനേക ദേവി സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ തായ്മാനവർ എന്ന് പറയുന്ന ആ സമ്പ്രതിയുടെ പേര് ആണ് തായ്മാനവർ. തായ്മാനവർ എന്ന് പറഞ്ഞാൽ പെരും കോയിൽ എന്ന് പേര് കേട്ട ഒരു ശിവക്ഷേത്രം തിരുച്ചിറപ്പള്ളിയിലുണ്ട്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലൈക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഫോർട്ട് എന്നാണ് പറയുന്ന മലൈക്കോട്ട. അപ്പൊ അവിടെ പാറകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രദേശത്ത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേരാണ് മാതൃഭൂതേശ്വരൻ, അവിടെ ശിവഭഗവാന്റെ പേര്. ആ തൃക്കോവിലിന്റെ പേര് മാതൃഭൂതേശ്വരൻ. ഇപ്പൊ കാവേരി നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തില് ശിവപെരുമാളെ കുറിച്ച് തിരുജ്ഞാന സംബന്ധര്, അപ്പര് തുടങ്ങി 64 നായന്മാരിൽ പ്രസിദ്ധരായിരിക്കുന്ന ശിവഭക്തര് പാടിയിട്ടുണ്ട്. അപ്പൊ തായ്മാനവർ സ്വാമി അല്ലെങ്കിൽ മാതൃഭൂതേശ്വർ എന്നൊക്കെ ഇവിടെ ശിവഭഗവാൻ അറിയപ്പെടുകയാണ്. ഇതിന് പുറകിലുള്ള ഒരു സ്ഥലപുരാണമുണ്ട്. കാരണം ഈ തായ്മാനവരുടെ പേര് അങ്ങനെ വന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം അവിടെ രത്നവല്ലി എന്നുള്ള പേരില് ഉയർന്ന ഒരു ശിവഭക്ത ഉണ്ടായിരുന്നു. അപ്പൊ കാവേരി നദിയുടെ വടക്ക് ഭാഗത്ത് കരയിൽ ആണ് ഈ സ്ത്രീ താമസിച്ചിരുന്നത്. അവര് ഗർഭിണിയാണ്, പ്രസവം അടുത്ത് വന്നു. മറുകരയിൽ തന്റെ അമ്മ കാവേരിയിൽ ജലമുയർന്നു, അപ്പുറത്തെ സൈഡിലാണ് അമ്മ താമസിക്കുന്നത്. ആ പ്രസവം അടുത്തപ്പോ ആ സ്ത്രീക്ക് അമ്മ കൂടെ വരണം ഇല്ലേ, താൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് എന്നും ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കും അല്ലെ. പ്രസവ സമയമായി, ഈ വെള്ളം ഉയർന്നത് കൊണ്ട് തന്റെ അമ്മയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല, അല്ലയോ ഭഗവാനെ കാക്കണേ, ആ സമയം അടുത്തു വരണു അല്ലെ. രത്നവല്ലി എന്നും തന്റെ ഇഷ്ടദേവനായിരിക്കുന്ന ശിവഭഗവാനെ വിളിച്ചു കരയും.
ഈ വെള്ളം കുറഞ്ഞാലേ എന്റെ അമ്മയ്ക്ക് വരാൻ പറ്റൂ, അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കണം. അങ്ങനെ ഭഗവാൻ രത്നവല്ലിയുടെ എന്താ പറയാ പ്രസവ വേദനയായി ആ സ്ത്രീക്ക് അമ്മയ്ക്ക് ഇപ്പുറത്ത് വരാം, അമ്മ വന്ന് അപ്പുറത്തെ കരയിൽ നിൽക്കുകയാണ്. ഈ അമ്മയുടെ രൂപത്തില് ഈ ശിവൻ വന്നിട്ട് ശുശ്രൂഷകളെല്ലാം ചെയ്തുവെന്നും പ്രസവത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തു കൊടുത്തു എന്നാ പറയുന്നത്. വെള്ളം താണപ്പോൾ യഥാർത്ഥ അമ്മ വന്നു, കാരണം ഈ അമ്മയ്ക്ക് അപ്പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തന്റെ പ്രസവ സമയത്ത് എത്തിയത് സാക്ഷാൽ ഭഗവാനായിരുന്നു എന്ന് അറിയുന്നത്. ആ അമ്മ ഈ പറയുന്ന രത്നവല്ലി എന്ന് പറഞ്ഞ സ്ത്രീ ആ ഭഗവാൻ ഇട്ട പേരാണ് മാതൃഭൂതേശ്വരൻ, അല്ലെ? മാതൃഭൂതേശ്വരൻ, മാതൃ എന്ന് പറഞ്ഞ അമ്മ, അല്ലെ? ഭഗവാനെ അമ്മയായിട്ട് കണ്ട്, ഭഗവാനാണ് തായ്മാന സ്വാമി എന്ന് പറയും. തായ്മാന സ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പൊ തായ്മാന സ്വാമി ഇത് അമ്മയാണോ, ഇത് അമ്മയുടെ രൂപത്തിൽ അങ്ങ് വന്നോ എന്ന് ചോദിച്ച് കരയാണ്. അമ്മയെ പോലെയുള്ള ഒരു സ്വാമി. ഇതേ അർത്ഥം തന്നെയാണ് മാതൃഭൂതേശ്വർ എന്ന് പറയുന്ന നാമത്തിന്, അതായത് ശിവ ഹു ബിക്കെയിം എ മദർ. അപ്പൊ ഭഗവാൻ ഏത് രൂപം വേണമെങ്കിലും കൈക്കൊള്ളും തന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട്, അല്ലെ? ഇവിടെ പാർവതി ദേവി മറ്റുള്ള ആ ഒരു മറ്റുവാർ കുഴലി എന്നുള്ള പേരിലാണ് ഇവിടെ പാർവതി ദേവി അറിയപ്പെടുന്നത്. ഇത് നമ്മൾ കണ്ട സമ്പ്രതി എന്ന് പറയുന്ന ഈ തായ്മാനവർ സ്വാമികളെ ആരാണെന്ന് കൊണ്ട് നോക്കി നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. കാരണം വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് വേദപുരാണങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഇദ്ദേഹം എന്താ പറയാ കേടലി അപ്പരുടെയും ഗജവല്ലി അമ്മാളുടെയും മകനായിട്ടാണ് ഈ തായ്മാനവർ സ്വാമി ജനിച്ചത്. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം ഈ കേടലി അപ്പർക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നു, ശിവ ചിദംബരം എന്ന അദ്ദേഹത്തിന്റെ പേര്. ആ കുട്ടി തന്റെ സഹോദരനായിരിക്കുന്ന കുട്ടികളില്ലാത്ത വേദാരണ്യം എന്ന് പേരുള്ളവർക്ക് വളർത്താനായിട്ട് കൊടുത്തു. അപ്പൊ തിരുച്ചിറപ്പള്ളിയിലെ രാജാവിനെ സേവിക്കാൻ മന്ത്രിയായിട്ട് അവിടെ പോയി, നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട്. പണത്തിലും ആ ഒരു പൊരുളിലും യാതൊരു ആശയമില്ലാതിരുന്ന ഇദ്ദേഹം വളരെ ഉയർന്ന ശിവഭക്തനായിരുന്നു. അവിടെ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ കേടലി അപ്പരും ഭാര്യയും വളരെ ദുഃഖിതരായിരുന്നു. കാരണം എന്താ, തങ്ങൾക്കൊരു വാരിശ് ഇല്ലെങ്കിൽ ഒരു പുത്രനില്ല, ഉള്ള ഒരു പുത്രനെ താനിയന് വളർത്താൻ കൊടുത്തു. അപ്പൊ അതിങ്ങനെ ആ ഒരു വിഷമം, പരമ്പരയായിട്ട് തന്റെ പരമ്പര നിലനിർത്താൻ ഒരു കുട്ടിയില്ലല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ ദുഃഖം. അവര് എന്നും ഈശ്വര പൂജ ചെയ്യും, ശിവക്ഷേത്ര ദർശനം ചെയ്യും, പതിവായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇവര് വരുന്നത് ആ ഒരു എന്താ പറയാ ഈ എന്താ പറയാ തിരുമലൈ കോട്ടയിലായിരുന്നു. തായ്മാനവർ സ്വാമി കോവിലിലാണ് ഇവർ വന്ന് തൊഴുന്നത്. അവിടെ ശിവന്റെ പേര് തായ്മാനവർ സ്വാമി എന്നാണ്. ഈ ശിവക്ഷേത്രത്തിൽ വന്ന് തങ്ങളുടെ ദുഃഖങ്ങൾ എന്നും പറയും. അപ്പൊ അങ്ങനെ ആ ഒരു ശിവാനുഗ്രഹം കൊണ്ട് ഇവർക്ക് കുട്ടിയെ ലഭിച്ചു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇവര് തായ്മാനവർ എന്ന് പേര് വെച്ചത്. ഇതിലൊരു പ്രധാന വിശേഷം, ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് വീട്ടിലെ മാണിക്യവാചകന്റെ തിരുവാചകം എന്ന് പറയുന്ന വളരെ ഉയർന്നായിട്ടുള്ള ശിവനെ സംബന്ധിച്ചിട്ടുള്ള സ്തോത്രം വായന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ജനിച്ച് വീഴുമ്പോ ആദ്യത്തെ കരച്ചില് ശിവനാമങ്ങളെ ശ്രവിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശിവഭക്തിയില് മനസ്സ് എത്തിച്ചേർന്ന കുട്ടിയാണിത്. ലൗകിക വിഷയങ്ങളിൽ തീരെ താല്പര്യമില്ലായിരുന്നു. 10-11 വയസ്സുള്ളപ്പോ തന്നെ പൂർണ്ണ വൈരാഗ്യമടഞ്ഞ ഇദ്ദേഹം ആ ഒരു എന്താ പറയാ ഉച്ചിപ്പിള്ളയാർ എന്ന് പറഞ്ഞ ഒരു മലയുണ്ട് അവിടെ. ഉച്ചിപ്പിള്ളയാർ എന്ന് പറഞ്ഞ ഗണപതി വിഗ്രഹമാണ്. അവിടെ ചെന്നിരുന്ന് തനിക്ക് എന്തിനീ ശരീരം തന്നു, ഗണപതിയോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തിനീ ഭൂമിയിൽ എന്നെ അയച്ചു, എന്തിനാണ് എന്നെ ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ അവിടെ ചെന്നിരുന്ന് കരയാറുണ്ട്. ആ അങ്ങനെ വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് തന്റെ അച്ഛന്റെ പദവിയായിരിക്കുന്ന സമ്പ്രതി എന്ന പദവി അച്ഛന്റെ മരണശേഷം ഏറ്റെടുത്തു. പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെ? ആദ്യം വിവരിച്ച ആ തായ്മാനവർ സ്വാമിയാണ് ഈ പറഞ്ഞ എന്താ ദേവീ ഭക്ത, ശിവനും ദേവിയും ഒരുപോലെ ഭജിച്ച് ധാരാളം എന്താ പറയാ ശിവസ്തോത്രങ്ങൾ എഴുതി ശിവപരമായിട്ടും ദേവീപരമായിട്ടിരിക്കുന്ന അനേക ശ്ലോകങ്ങൾ രചിച്ച് ആ ഒരു തന്റെ ഉയർന്ന ആ ഉപാസനയിലൂടെ ശിവപദം കൂകിയ ഒരു പുണ്യാത്മാവാണ് ഈ തായ്മാനവർ സ്വാമി. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാ ഇങ്ങനെയുള്ള ശിവഭക്തരെ കഥകൾ കേൾക്കുക, അല്ലെ? ദേവിയോടുള്ള ആ ഒരു എന്താ പറയാ അകൈതവമായിരിക്കുന്ന സ്നേഹം. എവിടെ ഇരുന്നാലും മനസ്സിൽ ദേവി മാത്രമാണ്. ഇല്ലെങ്കിൽ ആ പാവാട കത്തുന്നതൊക്കെ ഒരാൾക്ക് കാണാൻ പറ്റുമോ? എങ്ങനെയാണ് ആ മനസ്സ് ദേവിയെ മാത്രം ഇരുത്തുന്നത്? നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ കാണിച്ചു തരേണ്ട. എവിടെയാണോ അമ്മയെ ശരണാഗതി ചെയ്യുന്നത് അതുപോലെ ഭക്തരെയും അമ്മ കാത്തുരക്ഷിക്കും. ഓരോ കഥകളിലും നമ്മൾ കാണുന്നത് അതാണ്, അല്ലെ? ഇത് തമിഴ്നാട്ടിൽ നടന്നതുകൊണ്ടോ കേരളത്തിൽ നടന്നതുകൊണ്ടോ ഇനി നോർത്ത് ഇന്ത്യയിലാണ് നടക്കുന്നതുകൊണ്ടോ എവിടെയാണോ ആ ഒരു അകൈതവമായിരിക്കുന്ന നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി, എപ്പോഴാണോ ആരാണോ അമ്മയെ പൂർണ്ണ മനസ്സോടുകൂടി അമ്മയെ ഉപാസിക്കുന്നത് അതുപോലെ തന്നെ അമ്മ അവരുടെ ഭക്തരുടെ മാനസത്തില് ആ മാനസരോവരത്തിൽ അവിടെ വേറെ ഇളക്കങ്ങളൊന്നുമില്ല. എന്താ നിശ്ചലമായിട്ടിരിക്കാൻ കാരണം? അവിടെ വേറെ ചിന്തകളില്ല. ചിന്തകൾ ഒടുങ്ങിയ സരോവരം. അവിടെ ആ സ്ഫടികം പോലെ നിർമ്മലമായിരിക്കുന്ന ജലത്തില് അമ്മയാവുന്ന ഹംസിക എന്ന് പറയുന്ന രാജഹംസം, സാധാരണ ഹംസ അല്ല. ആ ഹംസത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്, പാലും വെള്ളവും തിരിച്ചറിയാൻ, അല്ലെ?
അതുപോലെ വെള്ളത്തിനെ മാറ്റിയിട്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന നശ്വരമായിരിക്കുന്ന വസ്തുക്കളാണ്. ആ ശാശ്വതമായിരിക്കുന്ന വസ്തു എന്ത്? ആ പാലിന് കുടിക്കാനുള്ള, പണ്ട് രാജഹംസങ്ങൾ ഇപ്പൊ എക്സ്റ്റിന്റ് ആയി, അപ്പൊ അങ്ങനെ ഒരു വർഗമില്ല, പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ഹംസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ? നമ്മുടെ പ്രാണനായിരിക്കുന്ന ദേവി, നമ്മുടെ ജീവനായിരിക്കുന്ന ദേവി നമ്മുടെ മനസ്സിൽ തന്നെ, നമ്മുടെ മാനസരോവരത്തിലിരുന്ന് നമ്മളെ കൊണ്ട്, നമ്മൾ എപ്പോഴാണോ ഈ നിത്യവും അനിത്യവും തിരിച്ചറിഞ്ഞ് നിത്യത്തെ എടുത്തുകൊണ്ട് അനിത്യത്തിൽ എന്താ പറയാ മനസ്സ് വെക്കാതെ, ഈ ശരീരമാകുന്ന ശരീര ബുദ്ധി മനോ അഹങ്കാരങ്ങളിൽ ഒന്നും നമ്മുടെ മനസ്സ് വെക്കാതെ ആ ശാശ്വതമായിരിക്കുന്ന നമ്മുടെ പ്രാണനായിരിക്കുന്ന ആ ഹംസത്തില്, ആ നമ്മുടെ ഭക്തരെ മാത്രം സ്നേഹിക്കുന്ന അമ്മ ഇല്ലേ, തന്റെ മക്കൾ വിളിച്ചാൽ ഓടി വരാൻ കാത്തിരിക്കണം അമ്മ, ആ അമ്മയെ നമ്മളും നമ്മുടെ മനസ്സിലെ മാനസരോവരമാക്കിയെങ്കിൽ മാത്രമേ ഈ ഈ പറയുന്ന ഹംസം അവിടെ വന്ന് നമ്മുടെ പ്രാണനായിരിക്കുന്ന ആ ഹംസ മന്ത്രമായിരിക്കുന്ന ദേവി നമ്മുടെ പ്രാണസ്വരൂപത്തിൽ അല്ലെങ്കിൽ കുണ്ടലിനി സ്വരൂപത്തില് നമ്മുടെ ശരീരത്തിലിരുന്ന് ഈ വേണ്ടതെല്ലാം നമുക്ക് തന്ന് നമ്മുടെ കൈപിടിച്ച് നടത്തി നമ്മുടെ ജീവിത യാത്രയില് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് അവസാനം മോക്ഷ പദവിയാവുന്ന ശിവ പദവിയും ആണ് നമുക്ക് ദേവി വച്ചിരിക്കുന്ന അനുഗ്രഹം. നമ്മൾ കൊടുക്കുന്നത് ഒന്നും നോക്കിയിട്ടല്ല, അവിടെ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, മനസ്സ് ശുദ്ധമാക്കി വെക്കുക, മനസ്സ് നിഷ്കളങ്കമാക്കി വെക്കുക, മാനസ സരോവരമാക്കി വെക്കുക. നമുക്കിന്ന് ദേവിയെ ഈ ലളിതാ സഹസ്രനാമത്തിലെ ഈ നാമം കൊണ്ട് ഭക്തമാനസ ഹംസികായേ നമ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് ഇന്ന് ഇവിടെ നിർത്തി, വീണ്ടും അമ്മയുടെ ഇതേപോലെ ഭക്തന്മാരുടെ കുറെ കഥകൾ കേട്ട് നമ്മളും അതുപോലെ ആയിത്തീരാൻ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടാവട്ടെ, അതിന് ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.